السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രക്ഷിതാക്കളെ, നാട്ടുകാര്, ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരങ്ങളെ, ബഹുമാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകസുത്താവായ പടച്ചതമ്പുരാന്റെ ദീനുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയിലാണ് നാം ഉള്ളത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ഇത്തരം വേദികളിൽ ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങൾ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ പ്രത്യേകമായി മനസ്സിലുള്ളവർ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് പടച്ച റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല അർഹമായ പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്തേക്ക് നമ്മളാരും അറിയാതെ കടന്നു വന്നവരാണ് നമ്മളൊക്കെ തന്നെ. നമ്മോടൊന്നും ചോദിച്ചിട്ടല്ല നമ്മൾ ആരും ഇവിടെ ജനിച്ചതും ഈ നാട്ടുകാരായതും ഈ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുമൊന്നും നമ്മോടൊന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമല്ല. ലോകത്തൊട്ടനവധി രാജ്യങ്ങളും ഒട്ടനവധി ഭാഷകളും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാരായി ജനിച്ചു. അതിൽ തന്നെ കേരളക്കാരായി, മലപ്പുറം ജില്ലക്കാരായി, വേങ്ങരക്കാരായി ഈ നാടിന്റെ വ്യത്യസ്തങ്ങളായ പരിസര പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്ന് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒന്നും വിട്ടം നോക്കിയോ നമ്മുടെ അനുവാദം ചോദിച്ചോ ഒന്നുമല്ല ഈ നാട്ടിലേക്കോ ഈ കാലത്തേക്കോ നമ്മെ
തെരഞ്ഞെടുത്ത് ഇവിടെ ജനിക്കാൻ അവസരം നൽകിയത്. നമ്മേക്കാൾ പ്രായം കൂടിയ ആളുകളും പ്രായം കുറഞ്ഞ ആളുകളുമൊക്കെ നമുക്ക് മുമ്പ് ഈ ലോകത്തുനിന്ന് ജീവിതം അവസാനിച്ച് യാത്രയായി പോയ ഒട്ടനവധി ആളുകളുണ്ട്. എല്ലാ ദിവസവും പത്രങ്ങളിൽ, മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാം നമ്മൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന വാർത്തകളാണ് അനേകായിരം മനുഷ്യന്മാരുടെ മരണവാർത്തകൾ. ചെറിയ പ്രായത്തിലുള്ള 4 മക്കളുടെ മരണമാണ് കഴിഞ്ഞ ദിവസം യുഎഇയിൽ നിന്ന് നമ്മളൊക്കെ അറിഞ്ഞത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വാർത്തകൾ കേൾക്കുന്നു. നമ്മളിപ്പോഴും അൽഹംദുലില്ലാഹ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു. നേരമെടുക്കുന്നു, വൈകുന്നേരമാകുന്നു, വീണ്ടും നേരമെടുക്കുന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളും വരെ കഴിഞ്ഞുപോയി. നമ്മുടെ പ്രായം അങ്ങനെ കൂടി. ഇടയ്ക്കെപ്പോഴോ നമ്മളും ഇനി ഇൻഷാ അല്ലാഹ് ജീവിതം അവസാനിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പോകാനുണ്ട്. ജാതിമതങ്ങൾക്കതീതമായി, ആശയാദർശങ്ങൾക്കതീതമായി എല്ലാ മനുഷ്യരും, അല്ല ജീവനുള്ള എല്ലാ വസ്തുക്കളും ഇന്നല്ലെങ്കിൽ നാളെ ജീവിതം അവസാനിച്ച് യാത്ര പോകേണ്ടവരാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. തർക്കിച്ചാൽ പ്രത്യേകിച്ച് കാര്യവുമില്ല. അതുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. 100% ബോധ്യമുള്ള, ആർക്കും അഭിപ്രായ വ്യത്യാസം പറയാൻ ഒരു അവസരവുമില്ലാത്ത, തീർച്ചയായും സംഭവിക്കുമെന്ന് ബോധ്യമുള്ള കാര്യമാണ് ജനിച്ചവരെല്ലാം മരിക്കുമെന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ പടച്ചറബ് പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. എല്ലാവരും മരിക്കും, മരിക്കാത്ത ആരുമില്ല. ലോകത്തങ്ങനെ മരിക്കാതെ ആരെങ്കിലും ബാക്കിയാകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിലും ബാക്കിയാകേണ്ടത്. പക്ഷേ ആ നബിതങ്ങളും തങ്ങളുടെ ആയുസ് കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മരണം സത്യമാണ്. എങ്കിൽ ഈ നൈമിഷികമായ ജീവിതം എപ്പോൾ അവസാനിക്കുമെന്നറിയാത്ത, ഏത് നിമിഷവും അവസാനിച്ചേക്കാവുന്ന ഈ ജീവിതത്തിൽ പിന്നെ എന്തർത്ഥമാണുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ സംസാരം പൂർണ്ണമായും നിർവഹിക്കാൻ എനിക്ക് ആയുസ് ലഭിക്കുമോ എന്ന് എനിക്കുറപ്പില്ല. ഇത് പൂർണ്ണമായും കേൾക്കാൻ നിങ്ങൾക്കെല്ലാം ആയുസ്സുണ്ടാകുമോ എന്ന് നിങ്ങൾക്കും ഉറപ്പില്ല. അത്രയേറെ നൈമിഷികമാണ് ഐഹിക ജീവിതം എന്നത്. എപ്പോഴും അവസാനിക്കുക അറിയില്ല. അല്ലാഹു അഅലം. ഇന്ന് മരിക്കുമോ? മരിച്ചേക്കാം. നാളെ മരിക്കുമോ? മരിച്ചേക്കാം. ഈ നിമിഷങ്ങളിൽ മരിച്ചു വീഴുമോ? മരിച്ചു വീണേക്കാം. യാതൊരു ഉറപ്പുമില്ലാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതം നാം വാങ്ങുന്ന ഏത് ചെറിയ വസ്തുക്കൾക്കുമുണ്ട് അതിൻ്റെതായ ചില ഗ്യാരണ്ടികളെങ്കിലും. ചെറിയ ചെറിയ വസ്തുക്കൾ പോലും, തുച്ഛമായ പണത്തിന് വാങ്ങുന്ന ചെറിയ ചെറിയ വസ്തുക്കൾക്ക് പോലും 6 മാസം, 1 കൊല്ലം, 2 കൊല്ലം, 5 കൊല്ലം ഒക്കെ ഗ്യാരണ്ടി ലഭിക്കുന്നുവെങ്കിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാതെ ജീവിക്കുന്ന നമ്മൾ ഏത് നിമിഷവും അവസാനിക്കാവുന്ന, ഏത് സമയത്തും മരിച്ചു വീഴാവുന്ന സാഹചര്യമാണെങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എന്തിനാണ് ഈ ജീവിതം? അവിടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് അതിപ്രധാനം. അവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മെ സൃഷ്ടിച്ച, ആകാശഭൂമിയെ സൃഷ്ടിച്ച, സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നമ്മെ അറിയിച്ചത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് എന്നെ നാം മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് അല്ലാഹു തആല ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഈ ലോകത്തേക്ക് മനുഷ്യൻ വന്നതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. വെറുതെ അങ്ങ് സൃഷ്ടിക്കപ്പെട്ടതല്ല മനുഷ്യൻ എന്നർത്ഥം.
ഒരു അടിസ്ഥാനവുമില്ലാതെ ഒരർത്ഥവുമില്ലാതെ വെറുതെ കേവലമായി സൃഷ്ടിക്കപ്പെട്ട് അവരിവിടെ വന്ന് അങ്ങനെ വളർന്ന് കല്യാണം കഴിച്ചു, മക്കളായി, വീടായി, സ്ഥലം വാങ്ങി, പിന്നെ അത് മക്കളുണ്ടായി, പേരമക്കളായി, അങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ചു, കടന്നുപോയി, കുറെ കച്ചവടങ്ങൾ ചെയ്തു, കുറെ ജോലി ചെയ്തു, കുറെ പണമുണ്ടാക്കി, ലോകത്തോടൊക്കെ യാത്ര പോയി, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ചെന്ന് ജോലികൾ ചെയ്തു, ഇടയ്ക്കെപ്പോഴും അവന്റെ ജീവിതം അവസാനിച്ച് യാത്ര പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അടിസ്ഥാന ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ കേവലമായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതചക്രം മാത്രമല്ല മനുഷ്യന്റെ ജീവിതം എന്നത്. അതിനപ്പുറത്തൊരു വലിയ ലക്ഷ്യം മനുഷ്യനെ സൃഷ്ടിച്ചത് പിന്നിൽ മനുഷ്യന്റെ സൃഷ്ടാവിനുണ്ട് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അല്ലാഹു തആല ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നു. ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി. എന്താ പരീക്ഷണം? അയ്യുകും അഹ്സനു അമല, നിങ്ങൾ ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് നോക്കാനാണ്. ഏറ്റവും നല്ല പ്രവർത്തനം അഹ്സനു അമല, ഏറ്റവും നല്ല അമൽ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുവാനായി ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യർക്ക് മരണവും ജീവിതവും എന്ന രണ്ട് സംവിധാനങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണത്തെയും ജീവിതത്തെയും പടച്ച റബ്ബ് സൃഷ്ടിച്ചത് ലിയബ്ലുവകും, പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ഉദ്ദേശം. മനുഷ്യരെന്താ ഈ സൃഷ്ടിയെ വിശേഷ ബുദ്ധി നൽകി, അറിവ് നൽകി, തന്റെ ഇടം നൽകി അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. അല്ലാതെ ഇവിടെയുള്ള മരങ്ങളോ, ഇവിടെയുള്ള നാൽക്കാലികളോ, ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളോ, മറ്റു സൃഷ്ടികളോ സൃഷ്ടിക്കപ്പെട്ടതുപോലെയുള്ള ഉദ്ദേശമല്ല, ലക്ഷ്യമല്ല മനുഷ്യനെന്ന ഈ മഹാസൃഷ്ടിയെ സൃഷ്ടിച്ചത് പിന്നിലുള്ളത്. ബാക്കിയെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. ബാക്കിയെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. അല്ലാഹു തആല പരിചയപ്പെടുത്തി, ഈ ഭൂമിയെ നാം സ്ഥാപിച്ചു എന്ന് മനുഷ്യർക്ക് വേണ്ടിയാണ്. എല്ലാം മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമുഖത്തുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. ലോകത്ത് പടച്ചറപ്പ് സൃഷ്ടിച്ച സംവിധാനിച്ച മുഴുവൻ സൃഷ്ടികളും മനുഷ്യനെന്ന ഉത്കൃഷ്ടമായ സൃഷ്ടിക്ക് വേണ്ടിയാണ്. എങ്കിൽ മനുഷ്യനെന്തിനു വേണ്ടിയാണ്? ആകാശഭൂമികൾ നമുക്ക് വേണ്ടി പഠിച്ചതാണ്. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും നമുക്ക് വേണ്ടി പഠിച്ചതാണ്. ഒരുപക്ഷെ നേർക്ക് നേരെ നമുക്ക് ഉപകാരമുണ്ട് തോന്നാത്ത, അല്ലെങ്കിൽ ഉപദ്രവമാണെന്ന് തോന്നുന്ന ജീവികളെ പോലും അല്ലാഹു തആല സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ഭൂമുഖത്തെ മുഴുവനും അതാണ് ഭൂമിയെ നാം സംവിധാനിച്ചത് തന്നെ സൃഷ്ടികൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഭൂമുഖത്തുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ച എന്ന വാക്കിലൂടെ ഈ ഭൂമുഖത്തുള്ള ഏത് ജീവികളാവട്ടെ നമുക്ക് ദോഷകരമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഏതുതരം ജീവികളാവട്ടെ അവയെല്ലാം പടച്ച റബ്ബ് സംവിധാനിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ മനുഷ്യന് സംവിധാനിച്ചതോ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ കൽപ്പനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ പടച്ച റബ്ബിന് വിധേയപ്പെട്ട് അവനെ വിശ്വസിച്ച് അവനെ ആരാധിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവന്റെ കൽപ്പനകളെ പാലിച്ചും അംഗീകരിച്ചും കൊണ്ട് ജീവിച്ച് ഈ ജീവിതം ധന്യമാക്കുവാനാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയാവട്ടെ ജിന്നുകളെയാവട്ടെ നാം സൃഷ്ടിച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുവാൻ, പടച്ച റബ്ബിനെ ആരാധിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സൃഷ്ടിച്ചത്. ആ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യാൻ, പടച്ച റബ്ബിന്റെ മുമ്പിൽ റുകൂഅ് ചെയ്യാൻ, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, പടച്ച റബ്ബിന്റെ മുമ്പിൽ തന്റെ ജീവിതത്തിലെ മുഴുവൻ രംഗത്തുമുള്ള പ്രാർത്ഥനകളെ ആ റബ്ബിന്റെ മുമ്പിൽ മാത്രം അവതരിപ്പിക്കുവാൻ, അവൻ നന്ദിയുള്ളവരായി മാറുവാൻ. അതിനാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത്.
ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം ഇതാ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നാം ഉണ്ടാക്കുകയാണ് എന്ന് പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല അന്ന് മലക്ക് അറിയിച്ച കാര്യമാണ്. മനുഷ്യരെ സൃഷ്ടിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കോട് അറിയിച്ചുവല്ലോ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, നാം ഇതാ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നാം ഉണ്ടാക്കുകയാണ് എന്ന് അല്ലാഹു തആല അന്ന് അറിയിച്ചുവെങ്കിൽ ആ ഖലീഫയായി പ്രതിനിധികളായി ഒന്നിനു പിറകെ ഒന്നായി തലമുറയ്ക്ക് ശേഷം തലമുറകളായി അങ്ങനെ പ്രാതിനിധ്യമായി വരുന്നവരാ മനുഷ്യന്മാർ. അതാണ് ഖലീഫ, പ്രാതിനിധ്യമാണ്. ഒരു തലമുറ മാറുമ്പോൾ അടുത്ത തലമുറ പകരം വരുന്നു, ഒരാൾ വഴി മാറുമ്പോൾ ആ സ്ഥാനത്ത് വേറൊരാൾ വരുന്നു. ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി തലമുറകൾക്ക് പിറകെ തലമുറകളായി കൈമാറി 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 പോകുന്ന രീതിയിൽ പടച്ചറബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മറ്റു ജീവികൾക്കൊന്നും അങ്ങനെ സംവിധാനം ഉണ്ടാകണമെന്നില്ല, തലമുറകൾ മാറി വരും. പക്ഷെ ഒരു തലമുറയുടെ പ്രാതിനിധ്യം ഏറ്റെടുത്ത് ആ തലമുറ ചെയ്തു വെച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലല്ല ഇവിടുത്തെ പക്ഷികളോ മൃഗങ്ങളോ നാൽക്കാലികളോ മറ്റു ജീവജാലങ്ങളെയോ അല്ലാഹു തആല സംവിധാനിച്ചത്. മനുഷ്യരങ്ങനെയല്ല, ഒരു ഭാഗം ചെയ്ത കൃഷി അടുത്ത തലമുറയാണ് ഒരുപക്ഷെ ഉപയോഗിക്കുക. ഒരു തലമുറ ചെയ്തു വെച്ച അവന്റെ ബിസിനസ്, കച്ചവടങ്ങൾ, ജോലികൾ, ഉണ്ടാക്കിയ വീടുകൾ, നിർമ്മിച്ച റോഡുകൾ, പാലങ്ങൾ, ഇതൊക്കെയാണ് ശേഷപ്പെടുന്ന തലമുറകൾ ഉപയോഗിക്കുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തലമുറകളാക്കി പ്രതിനിധികളാക്കി നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു റസൂലും പഠിപ്പിച്ചതായി ഹദീസിൽ കാണാൻ കഴിയും. വഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അള്ളാഹു നിങ്ങളെ തലമുറകളാക്കി പ്രതിനിധികളാക്കി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നുവെന്നാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിത ചക്രം പടച്ചറബ്ബ് മനുഷ്യരെ സംവിധാനിച്ചു തന്നത് ആ പടച്ചറബ്ബിന് നന്ദിയുള്ളവരായി മാറുക, അവരെ മാത്രം ആരാധിക്കുന്ന, അവരോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവരെ മാത്രം നടത്തി വരുന്ന, ആ പടച്ചറബ്ബിനെ മാത്രം പ്രതീക്ഷ വെക്കുന്ന ജീവിതത്തിലെ മുഴുവൻ മേഖലകളും റഹ്മാനായ റബ്ബിലേക്ക് മാത്രം തന്റെ പ്രതീക്ഷയും തന്റെ അർപ്പണവും തന്റെ തവക്കുലും തന്റെ എല്ലാ അവലംബവും സൃഷ്ടാവിനെ മാത്രം കാണുന്ന ഒരു ഒഴുക്കിട്ട സൃഷ്ടിയായി, നന്ദിയുള്ള സൃഷ്ടിയായി മാറാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെ സംവിധാനിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം അല്ലാഹു ആ മനുഷ്യർക്ക് ചോയ്സ് നൽകി. രണ്ട് വഴികളിൽ ഏതും തിരഞ്ഞെടുക്കാം. നിന്നെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, നീ വന്നതിന് വേണ്ടിയാണ്. പക്ഷേ രണ്ട് വഴികളിൽ ഏത് വഴി വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ചോയ്സ് നൽകി. ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. തീർച്ചയായും നാം മനുഷ്യന് രണ്ട് വഴി നൽകിയിരിക്കുന്നു. ഇമ്മാ ശാകിറ, ഒന്നുകിൽ ശുക്റുള്ളവനാകാം, നന്ദിയുള്ളവനാകാം, ഇമ്മാ കഫൂറ, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി മാറുകയും ചെയ്യാം. രണ്ടിനും ചോയ്സ് ഉണ്ട്, രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നന്ദിയുള്ളവനായി ജീവിച്ചാൽ സ്വർഗത്തിലേക്ക് എത്താം. നന്ദി കെട്ടവനായി പോയാൽ അവന്റെ അവസാനമടക്കം നരകത്തിലേക്കായിരിക്കുമെന്നാണ്. പക്ഷെ രണ്ടു വഴിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി മാറാം. രണ്ടു വേണമെന്നേക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ രണ്ടിന്റെയും പരിണിതഫലമൊന്നല്ല, രണ്ടിന്റെയും പര്യവസാനമൊന്നല്ല. നല്ലവനായി ജീവിച്ചാൽ അവനാണ് സ്വർഗാവകാശിയായി മാറുക, അവനാണ് സാക്ഷാൽ ജീവിതത്തിൽ രക്ഷപ്പെടുക. അതല്ലെങ്കിൽ ആ സാക്ഷാൽ ജീവിതം നഷ്ടമാണ്, പരാജയമാണ്. പാരത്രികമായ ജീവിതം എന്നത് അതാണ് സാക്ഷാൽ ജീവിതം. ഇവിടുത്തെ ജീവിതം സാക്ഷാൽ ജീവിതമല്ല. ഈ ദുനിയാവിലെ ഈ നൈമിഷികമായ ജീവിതം എന്നത് സാക്ഷാൽ ജീവിതമല്ല. സാക്ഷാൽ ജീവിതം എന്നത് പാരത്രികമായ ലോകത്തെ ജീവിതമാണ്. അവിടെ ആരാണോ ആ പാരത്രികമായ ജീവിതത്തിൽ നരകത്തിലകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തത്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ഐഹികമായ ജീവിതം എന്നത്, ദുനിയാവിലെ ജീവിതം എന്നത് വഞ്ചന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം സഹോദരങ്ങൾ നമ്മളെ പറ്റി ആലോചിക്കാൻ. ഈ യാഥാർത്ഥ്യങ്ങളെ
മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഞാൻ ആരാണ്, എവിടുന്നാണ് വന്നത്, എന്താ ജീവിത ലക്ഷ്യം, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്റെ ജീവിത രീതി എങ്ങനെയാണ്, ഇപ്പൊ ജീവിക്കുന്ന ഈ സിസ്റ്റം എനിക്ക് വിജയിക്കാൻ പര്യാപ്തമാണോ എന്ന് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കേണ്ടത് ഈ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. എത്ര കാലമായി ജനിച്ചു വന്നിട്ട് എന്ന് ആലോചിക്കുക. പ്രായപൂർത്തിയും ബുദ്ധിയും പക്വതയും എത്തിയിട്ട് വർഷം എത്ര കഴിഞ്ഞു, ഇനി എത്ര കാലം ബാക്കിയുണ്ടാകും? ഈ ജീവിതം ഇതുവരെ ഉപയോഗിച്ചത്, ഇതുവരെ കൈകാര്യം ചെയ്തത് എന്റെ സൃഷ്ടാവ് നിർദ്ദേശിച്ച പ്രകാരമാണോ? എന്റെ സൃഷ്ടാവിനോട് എന്താണോ വിശ്വസിക്കാൻ പറഞ്ഞത് അതാണ് ഞാൻ വിശ്വസിച്ചത്? എന്റെ സൃഷ്ടാവിനോട് എന്തൊക്കെ കാണാനും കേൾക്കാനുമാണോ അനുവദിച്ചത് അതുമാത്രമാണോ കാണുകയും കേൾക്കുകയും ചെയ്തത്? എന്റെ റബ്ബിനോട് ഏതൊക്കെ വഴിയിൽ സമ്പാദ്യമുണ്ടാക്കാനും എന്തൊക്കെ ഭക്ഷിക്കാനും എന്തൊക്കെ ധരിക്കാനുമാണോ അനുവാദം തന്നത് അതുമാത്രമാണോ ഞാൻ എന്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയത്? അതല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ? അതിർത്തികളെ ഭേദിച്ചുകൊണ്ട് റബ്ബിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതെ മാനിക്കാതെയാണോ എന്റെ ജീവിതത്തെ ഇതുവരെ ഞാൻ കൈകാര്യം ചെയ്യുന്ന ആലോചന ഞാൻ എന്നെപ്പറ്റി ആലോചിക്കുക, നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക. എന്നിട്ട് എവിടെയാണോ മാറ്റം വേണ്ടത് അവിടെ മാറ്റാൻ തയ്യാറാണ്. അല്ലാഹു തആല പഠിപ്പിച്ച, അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിധി വിലക്കുകൾ ജീവിതത്തെ എത്ര കണ്ട് പാലിക്കുന്നുണ്ട്? അല്ലാഹു മുസ്ലിം പഠിപ്പിച്ച വിശ്വാസ മേഖലകൾ എത്ര കണ്ട് ജീവിതത്തിൽ പാലിക്കാൻ നാം തയ്യാറായിട്ടുണ്ട്? എത്രയെത്ര വിഷയങ്ങളിലാണ് ഇന്ന് മുസ്ലിം സമുദായം തന്നെ വഴിമാറി പോകുന്നത്? ഏതൊക്കെ മേഖലകൾ, വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, സാംസ്കാരിക മേഖലയിൽ, അവന്റെ ജീവിത വ്യവഹാരങ്ങളിൽ, കച്ചവടങ്ങളിൽ, ജോലികളിൽ, ഭക്ഷണ മേഖലകളിൽ, വസ്ത്ര മേഖലകളിൽ തുടങ്ങി ജീവിതത്തിന് ഏത് രംഗത്തെടുത്താലും സൃഷ്ടാവിന്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട്, നബിതങ്ങളുടെ അധ്യാപനങ്ങളെ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുകയെന്ന് ആൾക്ക് സമാധാനിക്കാൻ സഹോദരങ്ങളെ നമ്മൾ എത്ര പേർക്ക് സാധിക്കും? ഹറാമത്ത് നിന്നില്ല, ഹറാമിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? ഹക്കും ബാത്തിലും നോക്കാതെ, ഹറാമും ഹലാലും നോക്കാതെ ഏത് വഴിവിട്ട വഴിക്കും സമ്പാദിക്കാനല്ലേ പലപ്പോഴും നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. ഇഷ്ടമുള്ള, തിന്നാൻ രസമുള്ള എന്തും തിന്നാമെന്ന അവസ്ഥയില് പലപ്പോഴും നമ്മളുള്ളത്. ഹറാമായ ഭക്ഷണമാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ട്. ഹറാമായ സമ്പാദ്യങ്ങൾ, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, കൈക്കൂലി വാങ്ങുന്ന ആളുകൾ, കൊള്ളലാഭമുണ്ടാക്കുന്ന ആളുകൾ, അന്യായമായി സമ്പാദ്യം ഉണ്ടാക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിപ്പ് നടത്തിയും അതേപോലെ അവരുടെ സമ്പത്ത് പിടിച്ചുവെച്ചും അനന്ത സമ്പത്തുകൾ അവകാശങ്ങൾക്ക് നൽകാതെ കൈയടക്കി വെച്ചുമൊക്കെയല്ലേ പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിന്റെ വഴികളെ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക, എന്താണ് എന്റെ ജീവിത സാഹചര്യം എന്നാലോചിക്കുക. പലപ്പോഴും ആരാന്റെ സമ്പത്തിലാണ് നമ്മുടെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ന്യായമല്ലാത്ത രൂപത്തിലുള്ള ബിസിനസ്സുകളാണ്, കച്ചവടങ്ങളാണ്, വ്യത്യസ്തങ്ങളായ പേരും പറഞ്ഞ് പുതിയ പുതിയ ഓമന പേരിട്ടുകൊണ്ട് ഹറാമായ സമ്പാദ്യ മാർഗങ്ങളെ ജീവിതത്തിന്റെ വഴിയാക്കി മാറ്റുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്. എന്തിനേറെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പലിശ പാടില്ല. അത് അറിയാത്ത ആരാളുള്ളത്? പലിശ പാടില്ലെന്ന് അറിയാത്തൊരു മുസ്ലിമുമില്ല. ആണാവട്ടെ, പെണ്ണാവട്ടെ, ചെറുതാകട്ടെ, വലിയവരാകട്ടെ, ഏത് ചെറിയ മക്കൾക്ക് പോലും അറിയാം പലിശ പാടില്ല. ആർക്കറിഞ്ഞുകൂടാത്തത്? ചെറിയ ചെറിയ പ്രായം മുതലേ കേട്ടും കണ്ടും വായിച്ചും പഠിച്ചു പോന്ന കാര്യമല്ലേ പലിശയുടെ ഗൗരവം. പക്ഷേ ആ പലിശയുമായി ബന്ധപ്പെടാത്ത മനുഷ്യന്മാരുടെ, മുസ്ലിമീങ്ങളുടെ എണ്ണം ഇന്ന് എത്രയോ കുറഞ്ഞിരിക്കുന്നു. എല്ലാവരും ബാങ്കിന്റെ പിന്നാലെയാണ്, എല്ലാവരും ലോൺ എടുക്കുകയാണ്, മാസാമാസം പലിശ കൊടുക്കുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സ്ഥിരമായി പലിശയ്ക്ക് പണം വാങ്ങി അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും കാണുന്നത്. പലരുടെയും വീടിന്റെ ആധാരം പണയത്തിലാണ്, സ്വർണ്ണാഭരണങ്ങൾ പണയത്തിലാണ്. പണയം വെക്കാൻ എന്തെല്ലാം പറ്റുമോ അതെല്ലാം കൊണ്ടുപോയി പണയപ്പെടുത്തി അതിലൊക്കെ പണമെടുത്ത് മാസാമാസം അതിന്റെ ലോണ് പലിശയടക്കം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. അല്ലാഹു തആല പഠിപ്പിച്ചത് പലിശയുമായി ബന്ധമുള്ള ആളുകൾ പടച്ച റബ്ബിനോടും അവന്റെ റസൂലിനോടും യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളുക എന്നാണ്. പലിശ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ, പലിശയുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കുന്നില്ല എങ്കിൽ
ഇനിയും പലിശ വിഷയമായിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ പടച്ചറബിനോടുള്ള യുദ്ധത്തിന് നിങ്ങൾ പ്രഖ്യാപനം നടത്തിക്കൊള്ളുക. അള്ളാഹുവുമായി ഏറ്റുമുട്ടാൻ, അവന്റെ റസൂലുമായി ഏറ്റുമുട്ടാനില്ല, ഒരുങ്ങിക്കൊള്ളുക, തയ്യാറായിക്കൊള്ളുക എന്നാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല പലിശയുമായി ബന്ധപ്പെട്ട് നൽകിയ താക്കീത്. ഇത് ആർക്കറിയാം? നബി ഞങ്ങളെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, പലിശ 70-ലേറെ ശാഖകളാണ്. 70-ലേറെ ശാഖകളാണ് പലിശകൾ. ആ 70-ലേറെ തരം പലിശകളിൽ ഏറ്റവും നിസ്സാരമായ പലിശ, ഏറ്റവും ചെറിയ പലിശ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കും പോലെയാണ്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കും പോലെ ഇത്ര ഗൗരവമാണ് ഏറ്റവും ചെറിയ പലിശ എന്നാണ്. എങ്കിൽ നേരെ പണം കടം വാങ്ങി മാസാമാസം പലിശ കൊടുക്കുന്ന നേരെ പലിശ എത്രയാണ് സഹോദരങ്ങളെ? അതിനൊക്കെ ഗൗരവം ഉണ്ടാവുക. എല്ലാ ബർക്കത്തും നഷ്ടപ്പെടാൻ അത് മാത്രം മതി, വേറൊന്നും വേണ്ട. നമ്മുടെ എല്ലാ ബർക്കത്തും നഷ്ടപ്പെടാൻ, വീടിന് സമാധാനമില്ലാതാകാൻ, മക്കളിൽ ബർക്കത്തില്ലാതാകാൻ, കച്ചവടങ്ങളിൽ, ജോലികളിൽ, സമ്പാദ്യങ്ങളിൽ, വരുമാനത്തിൽ, സമ്പത്തിലെല്ലാം ബർക്കത്തില്ലാതാവാൻ റഹ്മാനായ റബ്ബിന്റെ സഹായവും റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ കാരുണ്യവും അവന്റെ അനുഗ്രഹവുമെല്ലാം നഷ്ടപ്പെട്ടു പോകാൻ മറ്റൊന്നും ആവശ്യമില്ല. ഇതറിയാത്തൊരു മുസ്ലിമില്ല. പക്ഷെ മതത്തിന്റെ ആളുകളായി രംഗത്ത് വരുന്നവർ പോലും ഒരു നിലയ്ക്ക് മറ്റു നിലയ്ക്ക് പലിശയുമായി ബന്ധപ്പെടുന്നവരാണ്. ഒരുപക്ഷെ നിൽക്കുന്ന ലോണെടുക്കാൻ പോയില്ലെങ്കിലും മറ്റു പല വഴികളിലായി പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഷെയറിന്റെ പേരും പറഞ്ഞ് നിശ്ചിതമായ മാസാമാസമുള്ള വരുമാനത്തിലുള്ള വഴികൾ കണ്ടെത്തി പേര് ഷെയർ എന്നാണെങ്കിലും സംഗതി പലിശയാണ്. ആ നിൽക്കുന്ന രീതികൾ മുതൽ ഏതൊക്കെ വഴികളിലാണ് ഇന്ന് പലിശ വ്യാപകമായി വരുന്നത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. ഹറാമ് കാണലും കേൾക്കലും ഇത്ര ഗൗരവമാണ്. അശ്ലീലമായ തോന്നിവാസങ്ങളെ പിന്നാലെ പോകുന്നവർ, മൊബൈൽ ഫോണുകളിൽ അനാവശ്യമായ അന്യായമായ അശ്ലീലമായ സൈറ്റുകൾ കയറി സ്വകാര്യതയിൽ ഹറാമുകൾ കാണുന്നവർ, ഹറാമുകൾ കേൾക്കുന്നവർ എണ്ണം കൂടി വരികയാണ്. പുറത്തേക്ക് പക്ഷേ മാന്യന്മാരായിരിക്കും, സ്കരിക്കാൻ പള്ളി വരുന്നുണ്ടാവും, മാന്യന്മാരായി ജീവിക്കുന്നുണ്ടാകും. ഒരു വേള പള്ളി കമ്മിറ്റിയുടെ, മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പോലുമായിരിക്കും. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതം വളരെ മോശമായിരിക്കും. നബി തങ്ങൾ പറഞ്ഞ ആളുകൾ നാളെ പരലോകത്ത് വരും. പർവ്വതത്തോളമുള്ള അമലുകളുടെ കൂമ്പാരവുമായി കൊണ്ടാണ് അവർ വരിക എന്നാണ്. വലിയ മലയാണ് തിഹാമാ മല. ആ തിഹാമാ മലയോളമുള്ള വലിയ കർമ്മങ്ങളുമായി, ധാരാളം അമലുകളുമായി അവർ നാളെ പരലോകത്ത് വരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊടിപൊടിയാക്കി കളയുമെന്നാണ്. കാരണം നബി തങ്ങൾ പഠിപ്പിച്ചത് വലാകിന്നഹും ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖൂഹാ. സ്വകാര്യ ജീവിതത്തിൽ അവർ ഹറാമുകളെ ഗൗനിക്കാത്തവരായിരുന്നുവെന്നാണ്. പരസ്യമായി എല്ലാ അമലുമുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, എല്ലാ രംഗത്തും സജീവമാണ്, എല്ലാം കൊണ്ട് മുസാറാണ്, നല്ലവരാണ്. നാട്ടിൽ നിന്ന് അന്വേഷിച്ചാലും അയാളെ പറ്റി ചോദിച്ചറിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് പറയുക. പക്ഷേ സ്വകാര്യതയിൽ ആരുമില്ലാത്തത് ഒറ്റക്കാകുമ്പോൾ ഹറാമുകൾ ചെയ്യുന്നവർ, റബ്ബിന്റെ വിലക്കുകളെ ഗൗനിക്കാത്തവരായിരുന്നവർ. അതുകൊണ്ട് പരസ്യ ജീവിതത്തിൽ നന്മകളെ അല്ലാഹുവിന് ആവശ്യമില്ല. സ്വകാര്യതയിൽ തിന്മയാണെങ്കിൽ പിന്നെ പരസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്താൽ ആ നന്മക്ക് പ്രസക്തിയില്ല, അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകൾ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളെ പരിഗണിച്ചാൽ അവിടെയെല്ലാം നമുക്കിന്ന് ഈ വല്ലാത്തൊരു വേദനാജനകമായ സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയും. വിശ്വാസ മേഖലയാണെങ്കിൽ പറയേണ്ടതുമില്ല. മുഴുവൻ അന്ധവിശ്വാസങ്ങളും മുഴുവൻ അനാചാരങ്ങളിലും നിബിഡമായി എല്ലാത്തിലും മുങ്ങിക്കുളിച്ചുകൊണ്ടാണ് ഇന്ന് സമൂഹം മുന്നോട്ട് പോകുന്നത്. വിശ്വാസ രംഗത്ത് പറയേണ്ടതില്ലാത്ത വിധം അത്രയേറെ ശക്തമായ അന്ധവിശ്വാസം അനാചാരങ്ങളുമാണ് ഇന്ന് സമൂഹം മുഴുവനും ഉള്ളത്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഏത് ജാതി, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാ മനുഷ്യന്മാരും ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ, ചൂഷണങ്ങളുടെ അതിന്റെ ആഴിയിലേക്ക് ഊഴ്ന്നിറങ്ങി കിടക്കുകയാണെന്നുള്ളത്
അത്രയേറെ അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് മനുഷ്യന്മാർ മുഴുവനും ഉള്ളത്. നബിതങ്ങൾ കൊണ്ടുവന്ന മതം എല്ലാ അന്ധവിശ്വാസങ്ങളും മുക്തമായി മനുഷ്യന് സമാധാനം നൽകുന്ന, എല്ലാ അർത്ഥത്തിലും ഒരു ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യുന്ന ഒരു ആശയമായിട്ട് കൂടി ഈ ആശയത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നവർ പോലും ഇന്ന് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ ഉള്ളിലാണ്. എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. സാമ്പത്തിക ചൂഷണങ്ങൾ ഒരു ഭാഗത്ത് മതത്തിന്റെ മറവിൽ ലക്ഷങ്ങളും കോടികളും സിദ്ധന്മാർ അടിച്ചുമാറ്റി കൊണ്ടുപോയി അവസാനം വ്യാജസിദ്ധൻ പിടിയിലാകുന്ന കഥകള്, വ്യാജസിദ്ധൻ മുങ്ങി എന്നുള്ള വാർത്തകള്, ഇതൊക്കെയാണ് ധാരാളമായി വാർത്തകൾ വരുന്നത്. മറുഭാഗത്ത് മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനുള്ള ഇത്തരം സമാനമായ ഒട്ടനവധി കേന്ദ്രങ്ങൾ ദർഗകളായും ജാറങ്ങളായും സിദ്ധന്മാരായും ബീവിമാരായും തങ്ങന്മാരായും അങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങൾ മക്കയിൽ നബിയായി നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ അവരവിടെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണോ അന്ന് കൊണ്ടുവന്നത് അതൊക്കെ ഇന്ന് കാണാൻ കഴിയും. അന്നത്തെ മക്ക നബിതങ്ങൾ വരുന്നതിന് മുമ്പുള്ള, നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള മക്കയുടെ അന്നത്തെ ഒരു മനോഹരമായ ചരിത്രമൊന്ന് വായിച്ചാൽ മതി. അതിന്റെ തനി പകർപ്പാണ് ഇന്ന് ലോകം മുഴുവനുമുള്ളത്. അന്നത്തെ വിശ്വാസകാരികൾ പുറത്തുനിന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മക്കത്തെ മുസ്ലിംകൾ അക്കാലത്ത് ചെയ്തിരുന്ന ചില അബദ്ധങ്ങളുണ്ട്. അവർ രാവിലെ ഒരു യാത്രക്കിറങ്ങുകയാണെങ്കിൽ ചില പ്രത്യേകമായ ജീവികൾ, പ്രത്യേകമായ പക്ഷികൾ അത് മുന്നിലേക്ക് വന്നാൽ പിന്നെ യാത്ര വേണ്ടവർ. അത് അന്നുണ്ടായ അവസ്ഥ. ഉദാഹരണമായി കറുത്ത പൂച്ചയാടിയാൽ പിന്നെ യാത്ര പോകില്ല. ചില പ്രത്യേകമായ പക്ഷികൾ, മൂങ്ങ പോലെയുള്ള, നമ്മുടെ കൂമൻ എന്ന് പറയുന്ന മൂങ്ങ, അത് പ്രത്യേകമായ ശബ്ദം ഉണ്ടാക്കിയാൽ ഇന്ന് യാത്ര പോകാൻ പറ്റൂല എന്ന് വിശ്വസിക്കുന്ന സാഹചര്യം അന്നുണ്ടായിരുന്നു. എന്തിനും ഏതിനും ശകുനം നോക്കി ലക്ഷണം നോക്കി മാത്രം തീരുമാനമെടുക്കുന്നവർ തത്വയ്യൂർ എന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഖുർആനിൽ. ശകുനം നോക്കുക അതെല്ലാത്തിനുമുണ്ട്. പക്ഷികളെ കൊണ്ട്, മൃഗങ്ങളെ കൊണ്ട്, പ്രത്യേകമായ ജീവികളെ കൊണ്ട്, സ്ഥലങ്ങളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ എല്ലാം ശകുനം നോക്കുന്ന പണി അന്നുണ്ടായിരുന്നു. ചില ആളുകൾ നാട്ടിലേക്ക് വന്നാൽ അയാൾ വന്നതിന് ശേഷം പിന്നെ നാട്ടിൽ നിന്ന് എടുക്കാറാണ്. അയാൾ വന്നത് മുതൽ ഈ നാട്ടിൽ എന്നും ബുദ്ധിമുട്ടാണ് എന്ന് ചില വ്യക്തികളെ പേരിൽ ശകുനപ്പിഴ കണക്കാക്കുമായിരുന്നു. സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ആയത്താണല്ലോ. അല്ലാഹു തആല ഒരു നാട്ടുകാരെ പറ്റി പറയുന്ന കഥയുണ്ട് അവിടെ. എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടുകാരെ പറ്റി അല്ലാഹു പറയുന്നു. അവിടേക്ക് രണ്ട് അമ്പിയാക്കളെ പറഞ്ഞയച്ചു. രണ്ട് പ്രവാചകന്മാര് വന്നു. ആ രണ്ട് പ്രവാചകന്മാരെയും ആ നാട്ടുകാർ കളവാക്കി മൂന്നാമൻ അയച്ചുകൊണ്ട് ശക്തിപ്പെടുത്തി. അവർ വന്നു പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമാരാണ്. പക്ഷേ എന്താ നാട്ടുകാർ മറുപടി? നിങ്ങൾ ഈ നാട്ടിൽ ശകുനപ്പിഴയായി ഞങ്ങൾ കണക്കാക്കുന്നു. മനുഷ്യന്മാര് മനസ്സെത്രമാത്രം അട്ടിമറിയുമെന്ന് ഏറ്റവും വലിയ തെളിവാണത്. ഏറ്റവും ഖൈറിന്റെ ആളുകൾ അമ്പിയാക്കൾ. എല്ലാ നന്മയുടെയും സ്രോതസ്സാണ്, എല്ലാ ഖൈറിന്റെയും സ്രോതസ്സാണ്, എല്ലാ നന്മയും പഠിപ്പിക്കാമെന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. പക്ഷേ ആ ഖൈറായ മനുഷ്യന്മാർ ഒരു നാട്ടിൽ വന്നാൽ അത് ശർറായിട്ട് ആളുകൾ കണക്കാക്കിയത്. മൂസാ നബിയോട് ഫിർഔൻ പറഞ്ഞു, എന്തു വന്നാലും ഫിർഔന്റെ രീതിയായിരുന്നു മൂസാ നബിയുടെ പേരിലും കൂടെയുള്ളവരുടെ പേരിലും അവർ ശകുനപ്പിഴ പറയുന്നതാണ്. നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ജാലക്ക ഇവിടെ ഇവരൊക്കെയുള്ളത്, ഇവരൊക്കെയുള്ളത്, ഇവരൊക്കെ ഇറങ്ങിയേ പിന്നെ എങ്ങനെ പ്രശ്നം ജാലക്ക എന്ന് പറയുമായിരുന്നുവെന്നാണ്. സ്വാലിഹ് നബിയോട് ആ ജനത പറയുമായിരുന്നു, നീ നാട്ടിലെ ഏറ്റവും വലിയ ഒരു മുസീബത്തായി ശകുനപ്പിഴയായി ഞങ്ങൾ കണക്കാക്കുന്നുവെന്ന് സ്വാലിഹ് നബിയോട് പറഞ്ഞ വിഷയം എടുത്തു പറയുന്നുണ്ട്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ചില വ്യക്തികളെ കൊണ്ട്, ചില സ്ഥലങ്ങളെ പേരിൽ കാണാം ശകുനപ്പിഴ. ആ സ്ഥലം ഒന്നിനും പറ്റൂല, ആ സ്ഥലം വീട് വെക്കാൻ പറ്റൂല, ആ സ്ഥലം താമസിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ചില പ്രദേശങ്ങൾ അന്ന് മക്കത്തുണ്ടായി. എന്നിട്ട് ആർക്കും വേണ്ട, ആരും വാങ്ങാൻ തയ്യാറില്ല, ആരും വീട് വെക്കാൻ തയ്യാറല്ല. ആ സ്ഥലം വിൽക്കാനും വാങ്ങാനും കഴിയാതെ അത് അങ്ങനെ കിടക്കുന്ന അന്നത്തെ സ്ഥലങ്ങൾ അന്ന് മക്കത്തുണ്ടായി. അതേപോലെ ചില മൃഗങ്ങൾ, ചില പക്ഷികളൊക്കെ ശകുനപ്പിഴയായി കണക്കാക്കുമായി. പ്രധാനപ്പെട്ട യാത്രക്കിറങ്ങുമ്പോൾ ചില പക്ഷികളെ കൊണ്ട്
ലക്ഷണം നോക്കുമായിരുന്നു. ആ പക്ഷി എങ്ങോട്ടാ പറക്കുന്നത്, കിഴക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ എന്ന് നോക്കിയിട്ട്, ദിശ നോക്കിയിട്ട് ഈ കാര്യം ശരിയാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്ന രീതികൾ അന്നുണ്ടായിരുന്നു. അമ്പുകൾ, ഒരുപാട് അമ്പുകൾ ഇങ്ങനെ കുത്തിവെച്ച് ചില അമ്പില് ഖൈർ എന്ന് എഴുതിയിട്ടുണ്ടാകും, വേറെ ചില അമ്പിൽ ഷർറ് എഴുതിയിട്ടുണ്ടാകും. എന്നൊരു കണ്ണും ചിമ്മിച്ചെന്ന് ഒരു അമ്പങ്ങ് വെടിച്ചെടുക്കും. നോക്കും ഏതാ കിട്ടിയത്. കിട്ടിയ അമ്പ് ഖൈർ എന്നാണെങ്കിൽ ആ കാര്യം ഖൈറാ തീരുമാനിക്കും. കിട്ടിയത് ഷർറ് എന്നാണെങ്കിൽ ആ കാര്യം ഷർറാണ്, ദോഷമാണ് തീരുമാനിച്ച് അത് വേണ്ടെന്ന് വെക്കും. ഇങ്ങനെയുള്ള എന്തെല്ലാം ഏതെല്ലാം അന്ധവിശ്വാസങ്ങൾ അന്ന് മക്കത്തുണ്ടായി. ഇത് പറയുമ്പോ ഇത് തോന്നുന്നു ഇതൊക്കെ ഇപ്പോഴുണ്ടല്ലോ. ഈ പഴയ എല്ലാം ഇപ്പോഴും ഉണ്ട്. ഇത് ഏതല്ലാത്തത്? ചിലതൊരു പക്ഷേ കോലമായിട്ടുള്ള ഒന്ന് മാത്രം. ഈ വിശ്വാസങ്ങൾ മുഴുവനും ഇന്നുമില്ലേ? എന്തിനാണ് രാവിലെ കട വന്നിട്ട് കട തുറന്നപ്പോൾ ഒരുത്തൻ കടം വാങ്ങാമെന്നാൽ ഇന്നിപ്പോ ശരിയാവില്ല, ആദ്യം തന്നെ കടാണ്, ഇന്ന് ഫസ്റ്റ് തന്നെ കടാണ്, ഇനി ഇന്നത്തെ കാര്യം പോക്കാന്ന് പറയും. സകല ആദ്യം തന്നെ കടാണെങ്കിൽ ലാഭല്ലേ? ഇവിടെ കച്ചവടമായി കൂലിയും കിട്ടി. കണ്ടോ ഇല്ലേ? കടം കൊടുത്താൽ കൂലി കിട്ടും, കടം കൊടുത്താൽ കൂലി കിട്ടും. കച്ചവടമായില്ലല്ലോ, കൂലിക്കുള്ള വകുപ്പുമായി. പക്ഷേ അത് സെറേറ്റ് കണക്കാക്കും. ഞാൻ എഴുന്നേറ്റ് വരുമ്പോ ആദ്യം കണ്ടോ ഇന്നിപ്പോ ശരി, ഇന്നിപ്പോ ഓനെ കണ്ടത്, ഇന്ന് കഴിയേണ്ടത് ഓനെയാണ്, ഇന്നിപ്പോ ദിവസം ശരിയാവില്ല. അല്ല എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് മേലെ ബുദ്ധിമുട്ട്, ഇന്നിപ്പോ ആരെ കഴിയേണ്ടത്, ഇന്ന് എന്തെന്നല്ല ഒരു ശരിയായിട്ടില്ല. ഇതൊക്കെ അന്നുണ്ടായ വിശ്വാസം. മുസ്ലിമീങ്ങൾ ആ വിശ്വാസം ഇന്നെങ്ങനെ വന്നു? സൗകര്യം നോക്കുന്ന ഏർപ്പാടിപ്പോഴുമില്ലേ? കറുത്ത പൂച്ച ഉണിക്ക് ചാടിയാൽ ആ തീരുമാനം പിന്തിരിഞ്ഞ് തിരിച്ചു പോകുന്ന എത്ര മനുഷ്യന്മാർ ഇന്നുമുണ്ട്. വ്യത്യസ്തമായ പക്ഷികളെ കൊണ്ട് മൃഗങ്ങൾ കൊണ്ട് സൗകര്യം നോക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ. ഏത് വഴിക്കറിയുമ്പോഴും ഈ വക ലക്ഷണം നോക്കിയിട്ടാണ് ആളുകൾ മുന്നോട്ട് പോകാറുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു പോകാൻ പാടില്ല എന്നുവരെ പല മനുഷ്യന്മാർ ഇറങ്ങി മുറ്റത്തിലെത്തിയപ്പാട് സംഗതി ഓർമ്മയായത്. തിരിച്ചു കയറിയാല് അത് പറ്റില്ല, ഇത് അവിടെ നിൽക്കുക, എന്നൊരു മറ്റം കുറഞ്ഞില്ല, തിരിച്ചു പോകാൻ പറ്റില്ല. തിരിച്ചു പോയാൽ അത് സകുലക്കേടാണ്. ചില വ്യക്തികളുടെ പേരിൽ വീട്ടിൽ കുട്ടി ജനിച്ച ആളുകൾ എന്തായാലും ആ കുട്ടി ഉണ്ടായതിനു ശേഷം പിന്നെ പെരിയ സുഖം ഉണ്ടായിട്ടില്ല. ആ മരോള് കാലുകുത്തി അന്ന് മുതൽ പിന്നെ സമാധാനമായിട്ടില്ല. ഓള് വന്നു തുടങ്ങിയ പെരിയ ബുദ്ധിമുട്ട്. ഇന്നലെ പിന്നെ അവസാനം എല്ലാത്തിനും കുറ്റം ഓക്കായി. അവസാനം ഓളെ ഒഴിവാക്കി പ്രശ്നം തീരുന്നില്ല. ആളുകളെ പടച്ചുറപ്പിലേക്കുള്ള വിധിവിശ്വാസത്തിൽ വഴിമാറി സഞ്ചരിക്കുന്നു. ഈ കാര്യത്തിൽ ആറാമത്തെ കാര്യമായി എണ്ണി പറഞ്ഞത് ഖദർ വിശ്വസിച്ചേ പറ്റൂ. ഖൈറായാലും ശർറായാലും ശരി പടച്ചുറപ്പിന്റെ ഖദർ പ്രകാരമാണ്, തീരുമാനപ്രകാരമാണ് എന്നത് ഈ മാങ്കാലത്ത് അല്ലാഹു നിശ്ചയിച്ചു. ഒരാളെ വിശ്വാസം ശരിയാവണമെങ്കിൽ 6 കാര്യം വിശ്വസിക്കണം. അതാ ഈമാൻ കാര്യം. ആ ഈമാൻ കാര്യത്തിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ ഖദാ ഖദറിലെ വിശ്വാസം. അത് വിശ്വാസമായി വെക്കുക മാത്രമല്ല, അത് പുതുക്കിക്കൊണ്ടേയിരിക്കണമെന്നാണ്. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം പറയാൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല. എല്ലാ ദിവസവും എല്ലാ നമസ്കാരത്തിനും പറയേ ഇത് ആവർത്തിച്ച് പറയാൻ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇത് ഉറപ്പിക്കാൻ നിബിധങ്ങളെ കാലം കഴിഞ്ഞു. സ്വഹാബിമാർ മരിച്ചതിനു മുമ്പ് ചില കൂട്ടരൊക്കെ മക്കത്ത് മദീനത്തൊക്കെ പ്രത്യക്ഷപ്പെട്ട് ചില മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് സ്വഹാബികളെ മുഴുവൻ മരിച്ചു കഴിഞ്ഞിട്ടില്ല. പല സ്വഹാബിമാരും ജീവിച്ചിരിപ്പുണ്ട്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുള്ളയെ പോലെ, അതേപോലെ അബ്ദുല്ലാഹി അബ്ബാസിനെ പോലെ ഒക്കെയുള്ള സ്വഹാബിമാർ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ കാലത്താണ് ചില ആളുകളൊക്കെ രംഗത്ത് വന്നു പുതിയൊരു ചിന്തയുമായിട്ട്. എന്താ? ഖദറൊന്നുമില്ല, അല്ലാഹു തആല കാര്യം കണക്കാക്കുന്നില്ല. അല്ലാഹു മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, പിന്നെ മനുഷ്യന്മാർക്ക് ഇഷ്ടമൊക്കെ ചെയ്യാം. പടച്ചറപ്പിന് അതിൽ പ്രത്യേകിച്ച് തീരുമാനങ്ങളോ പ്രത്യേകമായ നിശ്ചയങ്ങളോ ഒന്നുമില്ല എന്ന് വാദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നു. സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ല, അദ്ദേഹം മദീനയിലേക്ക് ഇറങ്ങി, അങ്ങാടിക്ക് ഇറങ്ങി പരസ്യമായി പ്രഖ്യാപിച്ചു, ചില ആളുകൾ ഖദർ നിഷേധിക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും നിഷേധിക്കുന്നുവെങ്കിൽ
അറിഞ്ഞുകൊള്ളുക, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറിനോടും യാതൊരു ബന്ധവുമില്ല. പടച്ച റബ്ബാണ് സത്യം. ലൗ അൻഫഖ അഹദുഹും, അവരിലാണ് ഉഹുദ് മലയോളം സ്വർണമുണ്ടായിട്ട് ആ സ്വർണം മുഴുവനും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചാലും ശരി അത് സ്വീകരിക്കപ്പെടുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദർ വിശ്വസിക്കുന്നതുവരെ. അല്ലാഹുവിന്റെ ഖദർ അവർക്ക് വിശ്വാസമില്ലേ എങ്കിൽ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സുഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അത്ര പ്രധാനമാണ് ഖലാഖ്. കാരണം അതാണ് തെറ്റിയാൽ ബാക്കിയെല്ലാം തെറ്റും. അത് തെറ്റിപ്പോയാൽ ബാക്കിയെല്ലാം തെറ്റും, സമാധാനമില്ലാതാകും, എല്ലാ അന്ധവിശ്വാസം കയറി വരും. ഖലാഖ് വരാൻ ഒന്നും വേണ്ട. പരീക്ക് ഉസ്താദ് വന്നപ്പോ പറഞ്ഞാൽ മതി, നിങ്ങളെ പടിഞ്ഞാറ് ഭാഗത്തില് ഒരു പുളിണ്ടില്ലേ അത് വീണ്ടും ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും വർക്കരുമില്ല. പിന്നെ ഒരു പ്രശ്നമായി. അപ്പൊ എന്താ പുളിക്കുഴപ്പം? ആ പുളി എത്രയോ കാലായി, പക്ഷെ ഇയാൾ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ പിന്നെ ആലോചിക്കാ, ശരിയാട്ടോ, കഴിഞ്ഞ ആഴ്ച അമ്മ കുട്ടി വീടും, അതിന് മുമ്പത്താഴ്ച മറ്റുണ്ടായി, ഉമ്മാക്ക് എന്തോ സോക്കറാണ്, പാപ്പാക്ക് എന്നാ ബുദ്ധിമുട്ടില്ലാത്ത, അതായത് എല്ലാം ബുദ്ധിമുട്ടാണല്ലോ, എന്നാ പിന്നെ ആ പുളി വിട്ടു. എന്തേ കാരണം? ഖലാഖ് വിശ്വാസമില്ല. നമ്മുടെ പ്രശ്നങ്ങളും ഈ പുളിമരവും എന്തു ബന്ധമുള്ളത്? യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ അന്ധവിശ്വാസം കൊണ്ട് ആ പുളി മുറിക്കപ്പെട്ടു പോയില്ലല്ലാതെ നമ്മളെ ബുദ്ധിമുട്ട് തീരാൻ പോകുന്നില്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച രേഖപ്രകാരമേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. നബി ഞങ്ങളെ പറഞ്ഞു, അല്ലാഹു തആല ആദ്യമായി പഠിച്ചത് പേനയാണ്, കലമാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല കലമ പഠിച്ചു. കലമയോട് പറഞ്ഞ് നീ എഴുതണം. അങ്ങനെ ഖിയാമത്ത് വരെ പടച്ച റബ്ബ് ഇവിടെ നടപ്പാക്കാൻ തീരുമാനിച്ച മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ആ രേഖയാണ് നടക്കാൻ പോകുന്നത്. അത് രേഖപ്പെടുത്തിയതുകൊണ്ടല്ല നടക്കുന്നത്, നടക്കുന്നതുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്. ഖിയാമത്ത് വരെ ഇവിടെ എന്തെല്ലാം അവർ തീരുമാനിച്ചു അതൊക്കെ അവിടെ എഴുതിച്ചു. ആ എഴുതിച്ച് ഇനിയിപ്പോ കാര്യമല്ല, ഇവിടെ നടക്കുന്നതുകൊണ്ട് അവിടെ എഴുതിച്ചതാണ്. അത് പ്രകാരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ജമാഅത്തായി നിസ്കരിക്കാനാണ് തീരുമാനിച്ചത്. പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാം. അപ്പൊ ഈ ഖലാഖ് അത് താളം തെറ്റിയാൽ എല്ലാം താളം തെറ്റും, പിന്നെ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോ ആരാ ആദ്യം കരേണ്ടത്? ഓനും ആലോചിക്കുക, എന്താ ഒരു അയിമിലാണ് അവലംബിക്കണം. നേരെ മറിച്ച് രാവിലെ എണീക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ, മരിച്ച ശേഷം ജീവിപ്പിച്ച പടച്ചവനാണ് സർവസ്തുതിയുമെന്ന ആശയമുള്ള പ്രാർത്ഥന അതും ചൊല്ലിയാണ് എണീറ്റതെങ്കിലും ഓനെ സംബന്ധിച്ച് ആരെ കണ്ടാലും ഓനെ ജീവിതത്തെ ബാധിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇലാ റബ്ബേ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. اللهم إني أسلمت نفسي إليك ووجهت وجهي إليك وفوضت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك. പഠിച്ചോളാ, എന്റെ നഫ്സിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അസ്ലംതു നഫ്സി ഇലൈക, എന്റെ നഫ്സ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വജ്ഹതു വജ്ഹി ഇലൈക, എന്റെ മുഖമില നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു റബ്ബേ. വഫവ്വൽതു അംരി ഇലൈക, എന്റെ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. എല്ലാം കഴിഞ്ഞ് രാത്രി അവസാനം കിടക്കയിലേക്ക് വന്ന് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം ചൊല്ലേണ്ട ദിക്റായി എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. ഏറ്റവും അവസാനം ചൊല്ലാതൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ദിക്റ്, ആ ദിക്റ് പറയുക, ഞാൻ കിടക്കാൻ പോവുകയാണ്, ഞാൻ ഉറങ്ങാണ്, മരണസമാനമാണ്, ഇനി എന്റെ മുഴുവൻ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചു. എന്റെ കാര്യങ്ങൾ മുഴുവനും നിന്നെ ഏൽപ്പിച്ചു റബ്ബേ. രാവിലെ എണീക്കണോ വേണ്ടേ? നീ തീരുമാനിക്കുക. നാളെ കട തുറക്കണോ വേണ്ടേ? നീ തീരുമാനിക്കുക. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? നിന്റെ തീരുമാനമാണ്. നിന്നെയാണ് എല്ലാം ഏൽപ്പിച്ചത്. എന്റെ കാര്യങ്ങളെല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്റെ മുതുകയില നിന്നിലേക്ക് അഭയം തേടിയിരിക്കുന്നു. അതുകൊണ്ട് നീയാണ് രക്ഷകൻ. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, നീയല്ലാതെ അഭയസ്ഥാനമില്ല.
എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ മറ്റൊരിടമില്ല, രക്ഷപ്പെട്ടു പോകാനുള്ള ഇടം നീ മാത്രമാണ് റബ്ബേ എന്നും ചൊല്ലി അത് അവസാനത്തിലാക്കി കിടക്കാനാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇത് ചൊല്ലുന്ന മനുഷ്യർ പിന്നെ എങ്ങനെയാണ് രാവിലെ എനിക്കും മറ്റവനെ കണ്ടത്, ഇവനെ കണ്ടത്, രാവിലത്തെ എങ്ങനെ ഉണ്ടായത്, ഇനി ശരിയാവില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? കലാക്കാട് തെറ്റുമ്പോഴാണ് എല്ലാ അന്ധവിശ്വാസം കയറി വരിക. അപ്പോഴാണ് സിദ്ധന്മാരും തന്നന്മാരും ബിവിമാരും ജ്യോത്സ്യന്മാരും പണിക്കന്മാരും കണക്കന്മാരും എല്ലാം ഉണ്ടായി വരുന്നത് ഈ ഒരു ബേസ് തെറ്റിപ്പോകുമ്പോഴാണ്. ശരിയായി കലാകളെ വിശ്വസിച്ചു ടീമാണെങ്കിൽ അവിടെ പിന്നെ സിദ്ധന് റോളില്ല. അവിടെ സിദ്ധന് ഒരു ബീവിക്ക്, ഒരു തലപ്പാപ്പാക്ക്, ഒരു ജാലത്തിന് ഒരാൾക്കും അവിടെ അവരുടെ ജീവിതത്തിൽ ഇടപെടാനില്ല. കാരണം എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത റബ്ബേ, നീ നൽകിയാൽ തടയുന്നവനില്ല, നീ തടഞ്ഞാൽ നൽകുന്നവനുമില്ല. ഇത് ഉറപ്പിച്ചതാണ്. പിന്നെ എന്തിനാ പാടുന്നത് കൂടുതൽ മതി എന്ന് പറയുമ്പോ ഇവന്റെ ജീവിതത്തിലെ എന്തിനും ഏതിനും അവലംബമായ ആശ്രയമായി അവനെ കാണുകയാണ്. അവിടെ പോയിട്ട് എഴുതി കൊടുത്താല് അത് പൊലി കൊണ്ട് വെച്ചാൽ മതി, ആ നൂല് കിട്ടിയാൽ മതി, ആ ഏലസ് മതി, അവരൊന്ന് പറഞ്ഞാൽ മതി, അവരെ വാക്യം മതി, അവരൊന്ന് മുണ്ടി കിട്ടിയാൽ മതി, ഒന്ന് തോണ്ടിയാൽ മതി, തടവിയാൽ മതി, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് മനുഷ്യൻ മാറിയത് പടച്ചിറപ്പിലുള്ള ഉറച്ച വിശ്വാസമില്ലാതെക്കുമ്പോഴാണ്. അല്ലെങ്കിലോ ഞാൻ ജനിക്കും മുമ്പ്, അല്ല എന്റെ വാപ്പ ജനിക്കും മുമ്പ്, അല്ല ഒന്നാമത്തെ മനുഷ്യൻ ജനിക്കും മുമ്പ്, അല്ല ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ് ഇന്ന് രാത്രി ഞാനിവിടെ സംസാരിക്കാറുള്ളത്. ആരൊക്കെ ഇവിടെ ഇരിക്കണം അല്ലാഹു തീരുമാനിച്ചതാണ്. ഈ ശബ്ദം ആരെല്ലാം കേൾക്കണം പഠിച്ചു അന്ന് രേഖപ്പെടുത്തി വെച്ചതാണ്. അതിന് മാറ്റാൻ ആർക്കാ പറ്റും? അത് വേണ്ടെന്ന് വെക്കാൻ ആർക്കാ കഴിയാം? അതിന് പുതിയ വല്ലതും ആഡ് ചെയ്യാൻ ആർക്കാ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. അതാണ് ഉറപ്പിച്ചാണല്ലോ വല്ലാത്ത സമാധാനം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ ആദ്യഘട്ടം വിജയിച്ചു, പിന്നീട് പരാജയമുണ്ടായി. നമുക്കറിയാം ചരിത്രം. ആദ്യഘട്ടം വിജയം കിട്ടി, പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിൽ പരാജയമുണ്ടായി, കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞു പോയപ്പോ കപടന്മാരായ മുനാഫിക്കായ ആളുകൾ പറഞ്ഞു, നമ്മൾ അന്നേ പറഞ്ഞതാണ് ഉഹദിൽ വെച്ച് ഏറ്റുമുട്ടണ്ട, മദീനയുടെ ഉള്ളിൽ വെച്ച് ഏറ്റുമുട്ടാമെന്ന് നമ്മൾ അന്നേ പറഞ്ഞത്. അത് കേട്ടില്ലല്ലോ. അത് കേൾക്കാതെ ചെറുപ്പക്കാർ അഭിപ്രായം എടുത്തുകൊണ്ടാണ് ഉഹദ് തെരഞ്ഞെടുത്തത്. ഉഹദ് യുദ്ധത്തിന്റെ പ്ലാനിങ്ങിന് നല്ല അഭിപ്രായം വന്നു. ചിലരൊക്കെ പറഞ്ഞു നമുക്ക് മദീനയുടെ ഉള്ളിൽ വെച്ച് ഏറ്റുമുട്ടാം, പുറത്തേക്ക് പോകണ്ട. ചിലർ പറഞ്ഞു അല്ല നമ്മൾ പുറത്തു പോവുക, പുറത്തു വെച്ച് ഏറ്റുമുട്ടാം, ഉഹദാണ് അനുയോജ്യമായി. ചെറുപ്പക്കാരൊക്കെ ആ അഭിപ്രായക്കാരായി. നബി നിങ്ങൾ കൂടിയാലോചിച്ചു, എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിച്ചു, എല്ലാവരും അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഉഹദ് തെരഞ്ഞെടുത്തു. ഉഹദിൽ വെച്ച് ആ യുദ്ധമുണ്ടായി. കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിൽ പരാജയമായപ്പോൾ കപടന്മാര് പറഞ്ഞു, നമ്മൾ അപ്പോഴേ പറഞ്ഞ അവിടെ വേണ്ട, നമ്മൾ പദം നിർത്തിയില്ല, നമ്മളെപ്പോഴും എടുക്കാതെ അവിടെ പോയി ഇതിന് ഇപ്പൊ എന്തായി? കുറെ ആൾ കൊല്ലപ്പെട്ടില്ലേ? നമ്മൾ പറഞ്ഞ പോലെ ആയിരുന്നുവെങ്കിൽ നമ്മൾ പലരും കൊല്ലപ്പെടുമായിരുന്നില്ല. അല്ലാഹു തആല ആയത്തിറക്കി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ഒരാൾ കൊല്ലപ്പെടണമെന്ന് റബ്ബിന് തീരുമാനമുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് എത്താതിരിക്കുകയില്ല. ഈ വക വർത്തമാനം പറയാൻ പാടില്ല. അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിൽ ഉഹദുമായി ബന്ധപ്പെട്ട ഒരു 10-15-20 ആയത്തിറക്കിയിട്ടുണ്ട്. ആ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും ആർക്കാണോ കൊല്ലപ്പെടണമെന്ന് റബ്ബ് കണക്കാക്കിയത് അവർ എവിടെ വെച്ച് കൊല്ലപ്പെടാനാണ് കണക്കാക്കിയത് അങ്ങോട്ട് വരിക തന്നെ ചെയ്യുന്ന. അല്ല അഭിപ്രായത്തിലെങ്കിൽ ഇവരാരും മരിക്കൂലായിരുന്നു എന്നൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എന്തിനേറെ നിങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത്. അങ്ങനൊന്നുമില്ല. നമുക്ക് തോന്നും അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് പോയാൽ മതിയായിരുന്നു. എന്റെ ഒപ്പമുള്ള എല്ലാവരും ഗൾഫ് പോയപ്പോ എന്നോട് ഒരുപാട് പറഞ്ഞു, ഞാൻ പോയില്ല, ഓരൊക്കെ രക്ഷപ്പെട്ടു, ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനൊന്നുമില്ല. എന്തേ നമ്മൾ പോകാത്തത്? അബ്ബ് തീരുമാനിച്ച അങ്ങനെയാണ്. എന്തേ പോകാൻ പോയത്? അത് തീരുമാനിച്ച അങ്ങനെയാണ്. ഈ ഉറപ്പില്ലെങ്കിലോ
ഈ ഉറപ്പില്ലെങ്കിൽ ഇതിനൊക്കെ മറ്റു പലരുടെയും ചില അംഗീകാരം കൂടി കിട്ടേണ്ടി വരും. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം പഴയ കാലത്ത് 40 കൊല്ലം മുമ്പ് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു. വിസ ശരിയായി. അമ്മ പറഞ്ഞു, എടാ ഇത് CM വരെ പോയി കണ്ടിട്ട് മൂപ്പര് ചോദിച്ചോക്കെ, മൂപ്പര് സമ്മതിച്ചാ പോയാ മതി. അപ്പൊ അല്ലമ്മ ഏതായാലും തീരുമാനിച്ചു പോവുക. അത് പറ്റില്ലടാ, CM കണ്ടു, CM പറഞ്ഞപ്പോ ഈ കല്ലി പോണ്ട. മൂപ്പരുണ്ട്, കൂടെ വേണമുണ്ട്, രണ്ടാം കൂടെ പോകാൻ തീരുമാനിച്ചു. ഒപ്പമുള്ളവര് മനസ്സ് പഠിപ്പിക്കുന്ന ഉസ്താദാണ്, ഈ മംഗല 6 പഠിപ്പിക്കുന്ന ഉസ്താദാണ്. പക്ഷെ മൂപ്പിക്ക് വിശ്വാസമില്ല. ഏതായാലും അമ്മ രണ്ടാളും പോയി മടവൂർ ശൈഖിനെ കാണാൻ പോയി. അവിടെ ചെന്ന് കുറെ നേരം ക്യൂ നിന്ന് അങ്ങനെ അവസാനം ചെന്ന് മൂപ്പത്തിലെത്തി. വിഷയം ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ മടവൂർ ശൈഖ് പറഞ്ഞു, ഒന്ന് പോണ്ട. പിന്നെ കുടുങ്ങി എന്താ പോണ്ട നിർത്തില്ലല്ലോ. രണ്ടാളും കൂടെ ഒന്നും പറയുന്നില്ല. അവിടുന്ന് പുറത്തിറങ്ങി എന്താ കാട്ടോ നമുക്ക് പോണ്ടാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഏതായാലും പോട്ടെ, ഏതായാലും ഇപ്പൊ വിസയ്ക്ക് ശരിയായി പൈസ കൊടുത്തതാണ്. മറ്റപ്പോ ഞാൻ ഏതായാലും ഇല്ല, മൂപ്പര് പോകണ്ടാണ്, പിന്നെ പോകാൻ പറ്റില്ല. അവസാനം പറ്റിയ കാര്യം നമ്മള് ഒന്നും കൂടി വരി പോയിക്കാണ്. മൂപ്പര് ചിലപ്പോൾ അവികൾ പറഞ്ഞാണെങ്കിൽ ഒന്നും കൂടി വരിയിൽ പോയി രണ്ടാമത് വന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ഒരുപക്ഷെ മൂപ്പര് ഇപ്പോ ഓർമ്മ ചെയ്യാതെ പോയിക്കോന്നാല് അങ്ങോട്ട് പോകാലോ. അങ്ങനെ രണ്ടാളും കൂടി രണ്ടാമത് വരിയിൽ പോയി. അങ്ങനെ ഒരുപാട് സമയം വരിന്നിട്ട് അവസാനം എത്തി മടവൂർ ശൈഖിലെത്തി. ശൈഖിനോട് ഞങ്ങൾ സ്ഥലങ്ങൾ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇത് പോകണ്ടാന്ന്. അപ്പോഴതിന്റെ മറുപടി. അപ്പൊ ഒപ്പ സ്ഥലം പറഞ്ഞു, ഞാൻ ഞാനില്ല, ഇനിയിപ്പോ ആലോചിക്കാനില്ല. മറ്റോ പറയും, എന്താണ് കാട്ടാൻ പോവുക, ഞാൻ പോയില്ല. അവസാനം ഒരു പറയുമ്പോൾ കാര്യം ചെയ്യും, ഒന്നും കൂടി നോക്കുക, ഒന്നും കൂടി വരി നോക്കുക. അങ്ങനെ വരി പിന്നെയും പോയി നിന്നു. അങ്ങനെ കുറെ സമയം നിന്നിട്ട് രാത്രിയായി മൂപ്പര് എത്തുമ്പോ അപ്പോഴും മൂപ്പര് പറഞ്ഞു, പോകാൻ പറ്റില്ല, പോയാൽ നിങ്ങൾ അവിടെ ജയിലാവുന്ന. അതോട് തീരുമാനിച്ചു പോകണ്ട. അപ്പൊ മറ്റൊപ്പം ഞാൻ ഏതായാലും പോവുകയാണ്, ഇത് പോലും ചെയ്യുവാണ്ട. ഈ കാര്യം എന്റെ ഉമ്മാനോട് ഇത് പറയരുത്. മടവൂർ ശൈഖ് ഇങ്ങനെ പറഞ്ഞത് എന്റെ ഉമ്മാനോട് പറയരുത്. അത് പറഞ്ഞാൽ പിന്നെ ഉമ്മ മുടക്കിടും. അവിടെ ഉമ്മാനോട് പറയരുത്, ഞാൻ പോവുകയാണ്, ആയിക്കോട്ടെ ചോദിക്കോ, ഞാൻ മറ്റോ പറഞ്ഞു. ഇയാളെ പോയി ഉമ്മാൻ പറഞ്ഞ മടവൂർ ശൈഖിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ആയിക്കോട്ടെ, അല്ലെന്നില്ല. 2 ദിവസം കഴിഞ്ഞേക്ക് വിസ വന്നു. വിസ അമ്മ പറഞ്ഞപ്പോ കണ്ടെങ്കിൽ മടവൂർ ശൈഖിനെ പോയി കണ്ടതുകൊണ്ട് വിസ എത്ര കിട്ടി. ഞാൻ പറഞ്ഞ അവിടെ പോയി പറഞ്ഞു, അത് വിസ കിട്ടി. ഇയാള് പോയി 10-30 ഗൾഫിൽ നിന്ന് അത്യാവശ്യം സമ്പാദിച്ചു, നല്ല ഉഷാറായി, ഇപ്പോഴും മാന്യമായി ജീവിക്കുന്നു. അങ്ങനെ പോയി കുറെ കാലൊക്കെ പോയി വലിയ അത്യാവശ്യം സമ്പാദിക്കേണ്ട ഉഷാറായി വന്നതിന് ശേഷം ഇയാൾ ഉമ്മാണ് പറഞ്ഞു, ഉമ്മ മടവൂർ സ്ഥലം അന്ന് പറഞ്ഞ് പോണ്ടനാണ്, പോയതുകൊണ്ട് പോയി കൊടുത്ത് കായ് കിട്ടിയത്. ഇത്രേ ഉള്ളൂ ഇപ്പോഴൊക്കെ. അപ്പൊ ഓരോരുത്തരും പറയുന്നത് അയാളെ പറഞ്ഞാൽ ശരിയാവും, അയാൾ വാക്ക് കിട്ടിയാൽ മതി, അയാളൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതി, തൊഴിലിൽ നിന്ന് വീട് കിട്ടിയാൽ മതി. അങ്ങനൊന്നുമില്ല. ലോകത്ത് അമ്പിയാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അമ്പിയാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സ്വഹാബിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെക്കാളും മുന്തിയ ഔലിയാക്കന്മാർ ലോകത്തുള്ളത്. ഞാൻ ഔലിയ ബീവിയൊക്കെ പറഞ്ഞാല് ഈ സ്വക്കട് മാറ്റാളും കളഞ്ഞു പോയ സാധനം എടുത്തു കൊടുക്കാനുള്ള സാധനമല്ല. നമുക്ക് അങ്ങനെ ധാരണ. നമുക്ക് ഔലിയ ബീവി തങ്ങളൊക്കെ പറഞ്ഞാല് നമ്മൾ വേഗം ആയിക്കെന്താണ് സുഖമില്ല, അവിടെ ചെന്നാൽ മതി. വല്ലതും കളഞ്ഞു പോയാൽ അവിടെ പോയി പറഞ്ഞാൽ മതി. ജോലി വേണോ, വിസ വേണോ, അവിടെ പറഞ്ഞാൽ മതി. കുട്ടാളില്ലേ, അവിടെ പറഞ്ഞാൽ മതി. കല്യാണ വിഷയങ്ങളില്ലേ, അവിടെ പറഞ്ഞാൽ മതി. അതല്ല ഔലിയ. വലിയ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം, ഉറ്റ സുഹൃത്ത്, അതേപോലെ സംരക്ഷണം ഏറ്റുവെച്ചവൻ എന്നൊക്കെയാണ് വലിയ എന്ന വാക്കിന് അർത്ഥം. അള്ളാന്റെ വലിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആലയുമായി സാമീപ്യം നേടിയവൻ എന്നതേ അർത്ഥമുള്ളൂ. വലിയുള്ള എന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ സാമീപ്യം നേടിയവൻ എന്ന അർത്ഥത്തിലാണ് ആ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. അതാണ് ആ പദത്തിന് ഇസ്ലാമികമായ സാങ്കേതികമായ അർത്ഥമുള്ളത്. പടച്ചറപ്പിനെ ഇബാദത്ത് ചെയ്ത് റബ്ബിന്റെ സാമീപ്യം നേടാൻ ശ്രമിച്ച ആൾക്കാണ് വലിയുള്ള. ഈമാനുള്ളവൻ, മുഅ്മിനായവൻ, തഖ്വയുള്ളവൻ, മുത്തഖിയായവൻ, അതിന് പല മറ്റൊരു പേരാണ് വലിയുള്ള. വകുല്ലു മൻ കാന തഖിയ്യൻ കാന ലില്ലാഹി വലിയ്യ എന്നാണ്. തഖ്വയുള്ള എല്ലാവരും അല്ലാഹുവിന്റെ വലിയാകും. അല്ലെ വലിയനാല് ഒരു പച്ച പൊതുപ്പിടുക, തിരുമ്പി കുറിച്ച് നടക്കുക, അതൊന്നുമല്ല. ഒരു പക്ഷെ കച്ചവടക്കാരനാവും, ജോലിക്കാരനാവും, കൃഷിക്കാരനാവും, മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന ആളാവും. ഇതാണ് വലിയ. അല്ലെ വലിയ പ്രത്യേക കാറ്റഗറി ചെയ്യാണ്ട് അവിടെ പാപ്പായി നടക്കുക, അവിടെ പെരികുള്ള ആൾക്കാരെ കാണാൻ വരിക, അവിടെ പരിശോധന ബോർഡ് വെക്കുക, അതൊന്നുമില്ല.
ഇബാദത്ത് കൊണ്ട്, തഖ്വ കൊണ്ട്, ഈമാൻ കൊണ്ട് റബ്ബിന്റെ സാമീപ്യം നേടാൻ കഴിഞ്ഞവർക്കാണ് വലിയ എന്ന് പറയാ. അതുകൊണ്ട് ഒരാള് വലിയാളോ അല്ലേന്ന് ഒരു വ്യക്തിക്കും പറയാൻ പറ്റൂല. അല്ലാഹു പറഞ്ഞെങ്കിൽ ആരുള്ളൂ. അല്ലാഹു തആല പറഞ്ഞാൽ, റസൂൽ പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ലാത്തൊരാളെ പറ്റി അയാൾ അല്ലാഹുവിന്റെ വലിയാകുന്നു എന്ന് പറയാൻ നമുക്ക് ഒരു അധികാരവുമില്ല. ഇനി ഒരാളെ ഈമാനും തഖ്വയും ശരിയാണ്, സാക്ഷാൽ വലിയാണ് എന്ന് വന്നാൽ പോലും അയാൾ ജീവിതാവസാനം വരെ അങ്ങനത്തെ ഉണ്ടാകുമോ അത് ഉറപ്പില്ല. ഈമാൻ തെറ്റിപ്പോകാം, തഖ്വ കുറയാം, അയാൾ പിന്നീട് പക്ഷെ അവിശ്വാസിയായി മാറാം, അതൊക്കെ ഉണ്ടാകാം. അല്ലാതെ വലിയ ആയതോട് ഈ കാലാകാലമായിക്കൊള്ളുന്നില്ല. അപ്പൊ ദുനിയാവിൽ വെച്ച് ഒരാളെ പേരിൽ അയാൾ വലിയാണ്, അയാൾ ഔലിയാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഞാൻ സാക്ഷാൽ വലിയാണെങ്കിൽ പോലും അതിനർത്ഥം പിന്നെ അയാൾക്ക് സ്വർഗ്ഗം മാറ്റാൻ കഴിയുന്നല്ല. മറിഞ്ഞ കാര്യം മറിയുമെന്നല്ല, എന്ത് വിഷയം അവിടെ പോയി പറഞ്ഞാൽ കിട്ടുമെന്നല്ല, ഏത് ആവശ്യം പരിഹരിക്കാൻ പറ്റാവുന്ന ഒരാളായി മാറിയെന്നല്ല, അതിനൊന്നും അർത്ഥമില്ല. അതിന് നേരെ മറിച്ച് അയാളെ ഈമാനും തഖ്വയും ശരിയാണെങ്കിൽ പടച്ചറപ്പിന്റെ സാമീപ്യം കിട്ടി പരലോകത്ത് ലാഭമാണ് എന്നേ അത് അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ഔലുണ്ടായി കഴിഞ്ഞാൽ നീ പേടിക്കാനില്ല, നീ എന്ത് സ്വർഗ്ഗമുണ്ടോ അവിടെ പറഞ്ഞാൽ മതി, അങ്ങനെ ഇല്ല. പിന്നെ പെരക്ക് സ്ഥാനം നോക്കാനും, കിണർ സ്ഥാനം നോക്കാനും, കുറ്റടിക്കാനും, കല്യാണം നിശ്ചയിക്കാനും, അങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ എന്തൊക്കെ വിഷയമുണ്ടോ അതിനെല്ലാമുള്ള ഒരു ആശ്രയമായി അയാൾ മാറുന്നു. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പല സ്ഥലത്തും ഇത്തരം മനുഷ്യന്മാരെ വരുന്നത്. ഒരു സുപ്രഭാതത്തിൽ വരിക, ഒരു ഔലിയപ്പാപ്പ, ഒരു ബീവി വരും. എന്താ യോഗ്യത? അതൊന്നുമില്ല, അത് ചോദിക്കാൻ പാടില്ല, അതൊന്നുമില്ല. ഈമാൻ തഖ്വയും അതൊന്നും വിഷയമല്ല. ഒരാളെ ബീവിയായി ഒരുപാട് വരിക, അജ്മീറിൽ വരിക, അങ്ങനെ എവിടെ പോയി കൂടിയിട്ടുണ്ട് വന്നിട്ട് ബീവിയായാലും പറഞ്ഞിട്ട് പിന്നെ ഒരു ബന്ധ അതേപോലെ നടക്കുന്നു വിചാരിക്കുക. അങ്ങനെ സംവിധാനത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല, അങ്ങനെ സിസ്റ്റം തന്നെയില്ല, സംവിധാനം തന്നെയില്ല. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ സ്വഹാബിമാരാണ്, ഏറ്റവും വലിയ ബീവിമാർ സ്വഹാബിയായ സ്ത്രീകളാണ്. അവരാരും അങ്ങനത്തെ മാതൃക കാണിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ഇങ്ങനെ പരിശോധനാ സമയം ഉണ്ടായി. ഈ ഉമ്മത്തെ ഏറ്റവും വലിയ അദ്ദേഹം മറ്റു മുഴുവൻ വിശ്വാസികളെക്കാളേറെ ഈമാൻ കൊണ്ട് മുൻതൂക്കം വഹിക്കുന്നവർ അബൂബക്കർ സിദ്ദീഖല്ലേ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ പരിപാടി അല്ല. അദ്ദേഹം ജോലിക്ക് പോല, അദ്ദേഹം എന്നും ജോലിക്ക് പോകുന്ന ആളാണ്. ആട് നോക്കാൻ, കൃഷി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ എല്ലാം പോയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവസാനം ജീവിതത്തിന്റെ 60-ാമത്തെ വയസ്സിലാ ഖലീഫയായത്. 60-ര വയസ്സ് പ്രായമായപ്പോ നബി തങ്ങൾ വഫാത്തിന് ശേഷം അദ്ദേഹം ഖലീഫയായി. അതുവരെ അദ്ദേഹത്തെ ജോലി എന്താ? നാട്ടിലേക്കെപ്പോഴും ആടിനെ കളക്ട് ചെയ്യുന്നത് നോക്കാൻ കൊണ്ടുപോകും. എല്ലാ പരീലും ആടുകളെ ഒന്നിച്ചെടുക്കും. രാവിലെ ആട്ടിൻകൂട്ടവുമായി അദ്ദേഹം പോകും. ഏതെങ്കിലും മലന്റെ മേലെ പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വൈകുന്നേരം വരെ ആട് നോക്കും. തിരിച്ചു കുറെ ആടിനെ അവിടെ കൊടുക്കും. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഇത് കൊടുക്കും. അത് ചെറിയ കുറച്ച് പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് മാംസമോ മറ്റെന്തെങ്കിലും ഒരു ഗോതമ്പോ മുന്തിരിയോ ഈത്തപ്പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി അവരതിന് കൂലിയായിട്ട് കൊടുക്കും. ആ കൂലി കൊണ്ട് അവനാന്റെ വീട്ടില് ചെലവഴിയും. അതിപ്പോ ഓരോ വീട്ടിലും പോയിക്കൊണ്ട് ആ വീട്ടിൽ ചില കൂലിപ്പണികൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അതാ സുന്നീഖുകളുടെ ജോലി 60 വയസ്സ് വരെ. 60-ര വയസ്സിലാണ് അദ്ദേഹം ഖലീഫയായത്. 2.5 കൊല്ലം ഖലീഫയായി. 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഖലീഫയായി സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അദ്ദേഹം സാധാരണ പോലെ പണിക്കിറങ്ങുക. വൈഭവത്താബ് കണ്ടത് എവിടേക്ക് വെച്ച് ഞാൻ പഠിക്കുക അല്ല, നിങ്ങൾ പഠിക്കുക. ആരാ അവിടെ നാട് നോക്കുക, ആരാ ഭരിക്കുക, ആരാ നാട്ടുകാരെ കാര്യം നോക്കുക? അത് ശരിയാണ്. പക്ഷെ ഞാൻ പഠിക്ക് പോകാഞ്ഞാൽ എന്റെ വീട്ടിലും വേണ്ടേ ചെലവ് ചെയ്യാം, എന്റെ വീട്ടിലും വേണ്ടേ അവിടെ ഭക്ഷണം കഴിക്കാം, എന്റെ കുടുംബത്തിനും വേണ്ടേ ജീവിക്കാം. അപ്പൊ ഞാൻ രാവിലെ പണിക്കോട്ടെ, പണി കഴിഞ്ഞ് വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കാം. അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്ന് പണിക്കോയാല് നാടിന്റെ കാര്യം നോക്കാനുണ്ടാവില്ല. നമുക്ക് എന്തേ സംവിധാനം ചെയ്യാം. അങ്ങനെയാണ് ബൈത്തുൽ മാലിലേക്ക് പോയി ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരനായ സുഹാബിയെ ചെന്ന് കണ്ട് വിഷയം പറഞ്ഞ് മുതിർന്ന സുഹാബികൾക്ക് അവിടെ കൂടി ഈ വിഷയം ഉമർ ഖത്താബ് അവതരിപ്പിച്ചു. സംഗതി എന്താ ചെയ്യുക, ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണല്ലോ. ഖലീഫയാണ്, ഖലീഫക്ക് മുസ്ലിമീങ്ങളെ മൊത്തം കാര്യം നോക്കേണ്ടതുണ്ട്. അദ്ദേഹം ജോലിക്ക് പോയാൽ സംഗതി ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാം? അങ്ങനെയാണ് കൂടി ആലോചിച്ചിട്ട് ഒരു സംവിധാനമാക്കി കൊടുത്ത് ശരി അദ്ദേഹത്തിനും കുടുംബത്തിനും ഭക്ഷിക്കാൻ വകുപ്പ് ഇവിടുന്ന് കൊടുക്കാം, തിന്നാനുള്ള വകുപ്പ് കൊടുക്കാം.
ഒരു കൂട്ടം വസ്ത്രം കൊടുക്കാം. ആ വസ്ത്രം കീറിയാൽ അത് തിരിച്ചേൽപ്പിക്കാം. അപ്പൊ വേറെ ഡ്രസ് കൊടുക്കാം. ഒരു ഡ്രസ് കൊടുക്കുക, അത് തുരുമ്പി അത് കീറി ഉടുക്കാൻ പറ്റുന്ന കോലത്തിലായാൽ അതുപോലെ തിരിച്ചേൽപ്പിക്കണം. അപ്പൊ വേറെ ജോഡി കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ ഔദ്യം. അല്ല അതേപോലെ പനിയെങ്കിലും പച്ചപ്പോ പൊട്ടി കിട്ടില്ല. എല്ലാവരും വന്ന് കണ്ട് എല്ലാവരും കൂടി നേർച്ച കൊടുത്ത് എല്ലാവരും കൂടി പലതും കൊടുത്ത് മൂപ്പരിങ്ങനെ ഉറുക്ക് കൊടുത്ത് ഉളി കൊടുത്ത് എലസ് കൊടുത്ത് അങ്ങനെ എഴുതി കൊടുത്ത് മൂപ്പര് വാക്കിട്ടി അങ്ങനെ എല്ലാവരും പ്രശ്നം പോകുന്നു. അങ്ങനത്തെ ഒരാളായിട്ടല്ല നമുക്ക് സുദീഖുള്ളാനോട് ഉമർ ഖത്താബും അങ്ങനെ തന്നെയാണ്. സുദീഖുള്ളാനോ ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ അലി ബിൻ തലീബ് എല്ലാവരും ഉസ്മാൻ അഫ്ഫാൻ ഏറ്റവും വലിയ കച്ചവടക്കാരനായി. ധാരാളം കച്ചവട സംഘമുണ്ടായിരുന്നു. വ്യത്യസ്ത നാടുകളിലേക്ക് അദ്ദേഹത്തിന് കച്ചവട സംഘങ്ങൾ പോകാറുണ്ട്. ധാരാളം ലാഭമുണ്ടാക്കാറുണ്ട്. ആ ലാഭം അദ്ദേഹം തന്റെ കാര്യത്തിലും മുസ്ലിമീങ്ങളെ പോകാഴ്ചയും വേണ്ടി അദ്ദേഹം അന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഔലിയാക്കന്മാർ അങ്ങനെയാണ് ജീവിച്ചത്. ആയിഷ ബീവിയും അതേപോലെ മറ്റു സ്വഹാബി സ്ത്രീകളുമൊക്കെയും അവരാരും ഒരു സ്വഹാബി ആയതിന്റെ പേരിൽ ഒരാളും ബീവി ആയതിന്റെ പേരിൽ അതിന്റെ പേരിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കിയിരിക്കാം. നബിതങ്ങൾ ഉള്ള കാലത്ത് നബിതങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്. വല്ലാത്ത പട്ടിണി. ആയിഷ ബീവി പറഞ്ഞല്ലോ, ഞങ്ങൾ 2 മാസം തീർച്ചയായി തീ കത്താതെ കഴിഞ്ഞു പോയിട്ടുണ്ട് വീട്ടില്. 2 മാസം ഒന്നാകെ ഞങ്ങളെ വിട്ട് തീ കത്തിയിട്ടില്ല എന്ന് ആയിഷ ബീവി പറയാം. കേട്ടല്ല ഉമ്മ, പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചത്? തീ കത്തിക്കാതെ 2 മാസം കഴിഞ്ഞു പോയാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല അർത്ഥം. എങ്ങനെ ജീവിച്ചത്? എങ്ങനെ ജീവൻ നിലർത്തിയത്? ആയിഷ ബീവിന്റെ മറുപടി, മോനെ അൽ അസ്വദാനി അത്തംറു വൽ മാ, പച്ചവെള്ളവും കാരക്കയും കഴിച്ചുകൊണ്ടാണ് 2 മാസങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഒന്നും വേവിച്ചിട്ടില്ല, വേവിക്കാൻ ഒന്നുമില്ല, പാചകം ചെയ്യാൻ ഒന്നുമില്ല, ഗോതമ്പിന്റെ പൊടിയില്ല, ഒന്നുമില്ല. ഈത്തപ്പഴം കിട്ടും, പച്ചവെള്ളം കുടിക്കും. അതുകൊണ്ട് ആ മോനെ 2 മാസം ഞങ്ങൾ ജീവിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു പഠിപ്പിക്കുകയാണ്. നബി വഫാത്തായപ്പോൾ ഒന്നുകൂടെ പട്ടിണിയായി. 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. വല്ലാത്ത പട്ടിണിയും പ്രയാസവുമായി. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, നബിയുടെ ഭാര്യമാർ നബിയുടെ വീട്ടുകാർക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ കൊടുക്കാം. അദ്ദേഹത്തിന്റെ വകയായിട്ട് ഒട്ടിയും കാരക്കയും ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കും. അങ്ങനെ ഓരോ വീട്ടിൽ പട്ടിണില്ലാതെ കഴിഞ്ഞു പോലെ അങ്ങനെയാണ്. എന്നിട്ടാണ് നല്ല മിനുസമുള്ള മാംസമുള്ള റൊട്ടി കിട്ടിയപ്പോ ആയിഷ റളിയല്ലാഹു ആ റൊട്ടിയും കയ്യിൽ പിടിച്ച് കരയുന്നുണ്ട്. ജീവിതത്തിൽ ഇങ്ങനത്തെ റൊട്ടി കഴിച്ചിട്ടില്ല. ഇങ്ങനത്തെ റൊട്ടി നബിതങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഒരു ദിവസം 2 നേരം നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഈ റൊട്ടി കാണുമ്പോ അല്ലാഹു റസൂൽ ഓർക്കുകയാണ്. നബിതങ്ങളുടെ ആ പട്ടിണിയും നബിതങ്ങളുടെ ബുദ്ധിമുട്ടും അത് ഓർത്തുപോയാണെന്ന് പറഞ്ഞ് കരയുന്ന ആയിഷ റളിയല്ലാഹു അൻഹാ. ഏറ്റെടുക്കുമ്പോ അവര് പറയണ്ടേ, എനിക്കൊന്നും വേണ്ട, ഞാനൊരു ബീവിയല്ലേ, ഞാൻ ഇവിടെ ഇരുന്നാ മതിയല്ലോ, എന്റെ എല്ലാ ബുദ്ധിമുട്ടും തീർക്കാതെ മതി എന്ന് പറഞ്ഞിട്ടില്ല. നബിതങ്ങളെ ശേഷം 48 കൊല്ലമാണ് ആയിഷ ബീവി ജീവിച്ചത്. 48 കൊല്ലം. ആയിഷ ബീവി പറഞ്ഞു, ഞാനൊരു ബീവിയല്ലേ, എനിക്കെന്തിനാ വേറെ വരുമാനം? ഇവിടെ കാണാൻ വേണ്ട മനുഷ്യന്മാരുണ്ട്, ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരുണ്ട്, തങ്ങളെ പ്രശ്നം മുറാദ് ഹാസിലാക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്, ഓർക്ക് വേണ്ടി ദ്വാരം നടത്താൻ പോലെ ആ കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. അതേ വീട്ടിൽ അതേ റൂമിൽ നബിതങ്ങളുടെ ഖബറുമുണ്ട്. ആ ഖബറുകളുടെ നേർച്ചയും അവിടെ ഉള്ള ഒരുപാട് വരുമാനങ്ങളും അതൊക്കെ മതി എന്നവർ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അന്ന് ആ ഖബർ വരുമാന മാർഗമല്ല. ആയിഷ ബീവിന്റെ റൂമിലാണ് നബിതങ്ങളുടെ ഖബർ. ആയിഷ ബീവി കിടക്കുന്ന റൂം, ആ റൂമിലാണ് നബിതങ്ങളുടെ ഖബർ. ഖബറിന് ഇപ്പുറത്ത് ആയിഷ ചുവന്ന ഒരു വസ്ത്രം കൊണ്ട് ഇങ്ങനെ ചെറിയൊരു മറ കെട്ടുകയാണ്. ഒരു ചുവപ്പ് മറ, അവിടെയുള്ള പഴയ തുളിർത്തിട്ട് ഞാൻ മറച്ചു. ആ മറന്റെ അപ്പുറത്ത് നബിയുടെ ഖബറ്, ഇപ്പുറത്ത് ആയിഷ ബീവി കിടക്കുന്നു. എന്നിട്ട് പോലും ആ ഖബർ അവർക്ക് വരുമാന മാർഗമായിട്ടില്ല. അവിടെ വരുന്ന നേർച്ചയും അവിടേക്ക് വരുന്ന കാണിക്കകളും അവിടേക്ക് കൊടുക്കുന്ന പണവും അവിടേക്ക് വരുന്ന മറ്റു ഭക്ഷ്യപദാർത്ഥങ്ങളും അതും അത് ജീവിക്കാൻ എന്ന അവസ്ഥക്ക് ഉണ്ടായിട്ടില്ല. അവരും ആ ഖബറിനെ വരുമാന മാർഗമാക്കിയിട്ടില്ല. ആളുകൾക്ക് വല്ലതും കളഞ്ഞു പോയാൽ അവിടെ ഒന്നും പറയാറില്ല.
ആളുകൾക്ക് ബുദ്ധിമുട്ട് തീരാൻ അവിടെ ഒന്നും പറയാറില്ല, മുറാദ് ഹാസിലാകാൻ അവിടെ ഒന്നും പറയാറില്ല, അവർക്ക് പ്രയാസം ബുദ്ധിമുട്ടും അസുഖം വന്നാൽ അവിടെ ഒന്നും പറയാറില്ല. അവരാരും അങ്ങനെയല്ല ആയിഷ ബീവി കണക്കാക്കിയത്, അവരാരും അങ്ങനെയല്ല നബി ഞങ്ങളെ ഖബറിനെ കണക്കാക്കിയത്. ആയിഷ ബീവി അങ്ങനെ കണക്കാക്കിയിട്ടില്ല. അബ്ദുറഹ്മാൻ ഔഫിന്റെ വകയായിക്കൊണ്ടാണ് അവരെ വീട്ടിലേക്ക് പിന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ വന്നത്. ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഔലിയാക്കന്മാരുടെ, ബീവിമാരുടെ, തങ്ങന്മാരുടെ ജീവിത രീതി ഇതായിരുന്നുവെങ്കിൽ ഇന്ന് പലർക്കും വേണ്ട ഒരു പർദ്ദ മഫ്തിട്ട് വന്ന ഞാൻ ബീവിയാന്നാൽ അത് മതി, ബാക്കിയൊന്നും നോട്ടല്ല. പിന്നെ ആൾക്കാരുടെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ എത്രയെത്ര മനുഷ്യന്മാർ എന്താ ഏതാ എവിടെ അറിയാത്ത, അഡ്രസ് പോലും അറിയാത്ത, കഴിഞ്ഞ കാല ജീവിതം ഏറെ മോശമായി ജീവിച്ച ആളുകൾ പോലും തൽക്കാലം പേരിട്ട് എന്തെങ്കിലും പേരാണ് ഒപ്പിച്ചതാക്കി ബോർഡും വെച്ചാൽ പിന്നെ മറ്റൊന്നും നോട്ടല്ല. അവിടെ മനുഷ്യന്മാരെ മുന്നും ബാക്കി നിൽക്കുകയാണ്. അവസാനം കാണാൻ പിന്നെ അവിടുന്ന് മുങ്ങി, പിന്നെ വേറെ സ്ഥലത്ത് മുങ്ങിയത്. എത്ര ആളുകൾ നിസ്കരിക്കാത്ത മനുഷ്യന്മാർ ഔലിയാക്കന്മാരായി മാറുന്നു, നോമ്പൊഴിക്കാത്ത ഔലിയാക്കന്മാരായി മാറുന്നു. തീരെ നിസ്കരിക്കാത്ത ഔലിയെ പരിചയപ്പെട്ടപ്പോ മൂപ്പ എന്താ നിസ്കരിക്കാത്ത വെച്ചു, മുപ്പന്ന് കാലിന്റെ നെരിയാണി കാണിച്ചതിന് പറഞ്ഞു, ഇത് കണ്ടോ ഞാൻ എന്റെ ശരീരം സൃഷ്ടിക്കാൻ മുമ്പ് എന്റെ റൂഹ് ഒരുപാട് വിവാദത്തിലാണ്, അതിന് തഴമ്പാണ് വീഴുന്നത്. അത് വിശ്വസിക്കാൻ ആളുണ്ട്, അതും വിശ്വസിച്ച് ഒപ്പം കൂടെ ആള് അവസാനം മൂപ്പിൽ അവിടുന്ന് മുങ്ങി. ഓരോ സ്ഥലത്തിങ്ങനെ പൊങ്ങും. തൽക്കാലം അവനാണ് മുറാദ് ഹാസിലായി പോകാൻ അത് മതി. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാ സഹോദരന്മാരെ ഇതൊക്കെ ഉണ്ടായി വരുന്നത്? പടച്ച റബ്ബിനെ വിശ്വാസം വന്നിട്ടില്ല, അള്ളാഹുവിന്റെ കഥാകഥകൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല, അത് വിശ്വാസം വന്നിട്ടില്ല. അല്ലെങ്കിൽ നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും പാടില്ല എന്ന നമ്മളൊക്കെ എല്ലാ ദിവസവും 5 നിസ്കാരശേഷം പറഞ്ഞ ദിക്റ് അതെങ്കിലും മനസ്സറിഞ്ഞ് ഒന്ന് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ പിന്നെ ഈ വക ചൂഷണ കേന്ദ്രങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല. ആളുകൾ റബ്ബിലേക്കല്ല ഇന്ന് മനസ്സെടുക്കുന്നത്. ബുദ്ധിമുട്ടും പുസ്തകം വന്നാൽ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് കൈയുയർത്തുക എന്ന ഒന്നില്ല. അതിനു പകരം ഇത്തരം കേന്ദ്രങ്ങളാണ്. ഒന്നുകിൽ ജാറങ്ങൾ, ദർഗകൾ, അല്ലെങ്കിൽ ബീവിമാര്, തങ്ങന്മാര്, ഈ വക വല്ലാത്തതാണെങ്കിൽ മറ്റുള്ള വഴികൾ, ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, കണക്കന്മാര് ഒക്കെ എല്ലാം ഏതാണ്ട് ഒരേ ടൈപ്പാണ്. പേര് മാറുന്നു എന്നേ ഉള്ളൂ. അവിടെയൊക്കെ പോയി ഓരോരുത്തർ പോയി, പിന്നെ അപ്പുറത്ത് പോയി അങ്ങനെ പോവാണ് ആളുകൾ. അവിടെ പോയൊക്കെ എനിക്ക് അവിടെ പോയിട്ട് ശരിയായത്, ഇവിടെ പോയൊക്കെ അവിടെ പോയിട്ട് ശരിയായത്, അങ്ങനെ ഓരോ കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറി പോയി തങ്ങളുടെ പണവും തങ്ങളുടെ സമയവും ചൂഷണം ചെയ്യപ്പെടുന്നുവെന്ന് മാത്രമല്ല അതിനേക്കാളേറെ തന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയാണ് പോകുന്നത്. നബി ഞങ്ങൾ പറഞ്ഞു, മന്നത അറാഫൻ ഔ കാഹിയൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗമാ. മൻ അതാ അറാഫൻ, ആരെങ്കിലും അറാഫിനെ സമീപിച്ചാൽ, ആരാ അറാഫ്? അതിന് വ്യാഖ്യാനങ്ങൾ കാണാം. അറാഫ് എന്ന് പറഞ്ഞാൽ മൻ യദ്ദഇ ഇൽമൽ ഗൈബി, മറഞ്ഞ കാര്യം അറിയുമെന്ന് അവകാശപ്പെടുന്നവൻ, അതാ അറാഫ്. നാളത്തെ കാര്യം പറയാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നവർ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളുടെ സ്ഥാനം അറിയുമെന്ന് അവകാശപ്പെടുന്നവർ, അവർക്കൊക്കെ അറാഫ് എന്ന് അറബി ഉപയോഗിക്കുക. മൻ അതാ അറാഫൻ, ഭാവി പ്രവചകനെ, അദൃശ്യമറിയുമെന്ന് വാദിക്കുന്നവരെ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളെ തരാൻ കാണിച്ചു തരാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നവരെ ഒരാൾ സമീപിച്ചാൽ, ഔ കാഹിന, അല്ലെങ്കിൽ ജ്യോത്സ്യനെ സമീപിച്ചാൽ, അറാഫിനെയോ കാഹിനെയോ സമീപിച്ചാൽ, ജ്യോത്സ്യനെയോ മറഞ്ഞുകാലം അറിയുമെന്ന് വാദിക്കുന്നവരെയോ ഒരാൾ സമീപിച്ചാൽ, ഫസഅലഹു അൻ ഷൈഇൻ, എന്ന് അവരോട് വല്ല കാര്യവും ചോദിച്ചാൽ, വല്ലതും ചോദിച്ചു എങ്കിൽ ലം തുഖബൽ ലഹു സ്വലാത്തു 40 യൗമാ, 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ചെന്ന് ചോദിച്ചാൽ തന്നെ. അങ്ങനത്തെ കാലത്ത് പോയി ഏതൊരു ബീവി വന്നു, ഏതോ തങ്ങൾ വന്നു, ഏതൊരു ഔലിപ്പാപ്പ വന്നു എന്ന് കേൾക്കുമ്പോൾ ഓടിച്ചെന്നു, പ്രശ്നങ്ങൾ പറഞ്ഞു, വിശ്വസിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നാൽ തന്നെയും 40 ദിവസത്തെ നിസ്കാരം സ്വീകാര്യമല്ല. ഈ ചെന്നു ചോദിച്ചു എന്ന് മാത്രമല്ല, അവൻ പറയുന്ന കാര്യം സത്യപ്പെടുത്തുകയും ചെയ്തു. ചെന്നു പറഞ്ഞപ്പോ മൂപ്പര് പരിഹാരം പറഞ്ഞു, അതും വിശ്വസിച്ചു പോകുന്നു. ഒരു നൂലെടുത്തു, ഇത് കെട്ടിയാ മതിയാണ്. ആ നൂലും വാങ്ങി സമാധാനം പറഞ്ഞവൻ തിരിച്ചു പോന്നു.
അല്ലെങ്കിൽ തകപ്പാപ്പ പറഞ്ഞു എന്റെ സാധനം പോയില്ലേ, അത് തെരഞ്ഞോ കിട്ടും, എവിടെയും പോയിട്ടില്ല, അത് അവൻ വിശ്വസിച്ചു എങ്കിൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ദീനിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു. മുഹമ്മദിക്ക് അല്ലാഹു കൊടുത്ത ദീനിന്റെ അടിസ്ഥാനമാണ് ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തി ലിമാ മനഅത, റബ്ബേ നീ തന്നാൽ തടയാൻ ആളില്ല, നീ തടഞ്ഞാൽ തരാനും ആളില്ല. അത് വിശ്വാസമില്ല, അതവൻ അവിശ്വസിച്ചിരിക്കുന്നു. ഫഖദ് കഫറ, അവൻ അവിശ്വസിച്ചിരിക്കുന്നു ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട അവതരിപ്പിക്കപ്പെട്ട ആശയത്തിൽ അവൻ അവിശ്വസിച്ചുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വ്യക്തമായ ഹദീസ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വീകാര്യമാണ്, സ്വഹീഹാണ് എന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന സ്വീകരിച്ചു പോന്ന ഹദീസാണ്. ആ ഹദീസിനെ പറ്റി അഭിപ്രായ വ്യത്യാസം പോലുമില്ല, ആർക്കും തർക്കമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഹദീസ്. എന്നിട്ട് പോലും അത് നേരെ വിരുദ്ധമായിക്കൊണ്ടാണ് ഇന്ന് ഉമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ശരിയല്ല. നബിയുടെ സ്വഹാബികൾ ചോദിച്ചു, നബിയെ എന്താണ് ജ്യോത്സ്യന്മാരെ പറ്റി പറയാനുള്ളത്? നബിയോട് ചോദിക്കുന്നത് ജ്യോത്സ്യന്മാരെ പറ്റി ചോദിക്കുകയാണ്. നബി ഞങ്ങൾ പറഞ്ഞ മറുപടി, അവർ ഒന്നുമല്ല, അവർ ഒന്നുമല്ല. അപ്പൊ സ്വഹാബി പറഞ്ഞു, നബി അങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ഒന്നുമല്ല പറയാം, അവർ പറഞ്ഞ പല കാര്യവും ശരിയാകുന്നുണ്ടല്ലോ. ആളുകൾ പെട്ടുപോകരുത്. അത് ചെല്ലുമ്പോ തങ്ങൾ ഇങ്ങോട്ട് വെക്കും, സ്വർണ്ണം കാണാനല്ലേ, അതോട് പിന്നെ ആകെ വേജാറായി. ഓഹോ, എന്താപ്പോ നിങ്ങൾ പറഞ്ഞ പോലൊന്നുമല്ല, ഭയങ്കര കറാമത്താട്ടോ, ഞാൻ എന്റെ വിഷയം പറയാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് നമ്മൾ എന്നെ ചെല്ലുമ്പോഴേക്ക് ഇങ്ങോട്ട് പറയുന്നു. അപ്പൊ തോന്നുന്നത് ഇയാൾക്ക് വലിയ കറാമത്തുണ്ട്. അത് കറാമത്തല്ല. അല്ല, സ്വഹാബികൾ നബിയെ അവർ പറഞ്ഞ കാര്യം ശരിയാകുന്നുണ്ടല്ലോ. നബി ഞങ്ങളെ പറഞ്ഞു, അത് ചില വചനങ്ങൾ മലക്കുകൾ സംസാരത്തിൽ നിന്ന് ജിന്നുകൾ തട്ടിയെടുക്കുന്നു, എന്നിട്ട് അതിലേക്ക് 100 കളവും കൂടെ കൂട്ടിച്ചേർക്കുന്നു, എന്നിട്ട് ഈ ജ്യോത്സ്യന്റെ കാതിൽ വന്ന് കുറുകെ മന്ത്രിച്ചു കൊടുക്കുന്നു. ഇതാണ് രഹസ്യമെന്ന് നബി ഞങ്ങളെ പറഞ്ഞു കൊടുക്കുക. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ആളുകൾ ഭൂമിയിൽ മനുഷ്യന്മാർക്ക് അല്ലാഹു തആല നിശ്ചയിച്ച തീരുമാനിച്ച കാര്യങ്ങൾ റബ്ബ് മലക്കുകൾ അറിയിക്കും. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ചില ഡ്യൂട്ടികൾ മലക്കുകൾ കൊടുക്കും. മലക്കുകൾ തമ്മിൽ സംസാരിക്കും. ഈ സംസാരം ജിന്നുകൾ കേൾക്കും. ആ കേട്ടത് ചില ജിന്നുകൾ കൊണ്ടുവന്ന് അവരുടെ ഏജന്റുമാരായ ഇത്തരം ജ്യോത്സ്യന്മാരെ കൈമാറി കൊടുക്കും. അതിന്റെ കൂടെ 100 കളവും കൂടി അവൻ കൂട്ടിച്ചേർത്ത് പറയും. വൈകുന്നേരമ്പോഴേക്ക് 500 ആൾ വന്നാല് ഒരാൾക്കോ 2ആൾക്കോ 3ആൾക്കോ ശരിയായിട്ടുണ്ടാവും. ഒരാളുടെ വാർത്ത ചോദിച്ചിട്ടുണ്ടാവും, സുഖല്ലേ, ഇന്ന് പ്രസിഡന്റിലെ സാധനം പോയല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഒറ്റയോട് ബാക്കി ആൾ ചോദിച്ചിട്ടുണ്ടാവും, അത് മതിയാവും. ആ ഒറ്റ ചോദ്യം കൊണ്ട് അവൻ പിന്നെ ഒരുപാട് ദിവസം മുന്നോട്ട് പോകാൻ അത് മതി. ഇത് കാലിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. ഈ ആ രഹസ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ പോയിട്ട് മാറിയല്ലോ, അവിടെ പോയിട്ട് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ അർത്ഥമില്ല. കിട്ടൂലേ, മാറൂലേ, അതല്ല വിഷയം. നേരെ മറിച്ച് ഇവിടെ പടച്ചറബിന്റെ സ്ഥാനം ഇവർക്ക് വകവെച്ചു കൊടുക്കലാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ പോയിട്ട് കിട്ടിയാലും വേണ്ടില്ല, കിട്ടില്ലെങ്കിലും വേണ്ടില്ല, അവർ പറഞ്ഞ് ശരിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടില്ല. അതിനുള്ളിൽ രഹസ്യമിലാണ്, തട്ടിപ്പിലാണ്, ഇത് പൈശാചികമായ ബന്ധങ്ങളാണ്, ഇത് ശിർക്കിന്റെ വശങ്ങളാണ്. എനിക്ക് ആവശ്യമില്ല, ഇത് തീരുമാനിക്കാനാണ് വിശ്വാസിക്ക് പറ്റേണ്ടത്. സഹോദരങ്ങൾ, അല്ലാഹനെ മനസ്സിലാക്കുക, അതാണ് അടിസ്ഥാന പരിഹാരം. അല്ലാഹു പറഞ്ഞല്ലോ, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവിനെ കണക്കാക്കുന്ന ക്രമപ്രകാരം അവനെ കണക്കാക്കിയിട്ടില്ല. പടച്ചറബ്ബിനെ മനസ്സിലാക്കിയ മുറപ്രകാരം അവനെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹനെ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹനെ പറ്റി തെറ്റായ ധാരണയാണ്. അല്ലാഹനെ പറ്റി എപ്പോഴും മനുഷ്യന്മാർ മോശമായിട്ടാണ് വിചാരിക്കുന്നത്. എന്തിനും ഏതിനും അല്ലാഹനെ കുറ്റം. എന്തേ പെങ്ങനെ, എന്തേ പെന്റെ കാര്യങ്ങള്, എന്താ അല്ലാഹ് ഇങ്ങനെ ആക്കിയത്, എന്തേ ഞാൻ ഇങ്ങനെ ആയത്, ഇതല്ലേ പലപ്പോഴും പറയാം. എന്ത് വിഷയം അങ്ങനെയാണ്. ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും എന്താ റബ്ബേ പഠിച്ചോങ്ങനെ. അപ്പൊ അല്ലാഹ് ചെയ്തത് ശരിയായില്ല എന്ന മട്ടിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ ആക്ഷേപിച്ചതിന് അല്ലാഹനെ പറ്റി മോശമായ പല വിചാരങ്ങളും
വെച്ചു പുലർത്തുന്നു നിങ്ങൾ എന്ന് അല്ലാഹു തആല ആക്ഷേപസ്വരത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദുഷിച്ച ചിന്തകൾ, അതേതാ ജാഹിലിയ്യ കാലത്തുണ്ടായ ചിന്തകൾ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. നിസ്സാര കാര്യം വരുമ്പോഴേക്ക് അല്ലാഹുവിനെ കുറ്റം പറയും. എന്റെ അങ്ങനെ എന്റെ വീട്ടിൽ ആർക്കില്ല ഈ ബുദ്ധിമുട്ട്, എനിക്ക് മാത്രം എങ്ങനായി, എന്റെ പള്ളങ്ങനാക്കി എന്ന് പറഞ്ഞ അല്ലാഹു ചെയ്തത് ശരിയായില്ല എന്ന മട്ടിലാണ് പലപ്പോഴും സംസാരം ഉണ്ടാവും. ഏത് കാര്യത്തിലും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും എവിടെയെങ്കിലും ചെറിയൊരു നഷ്ടം വന്നാൽ മതി, ഒരു അസുഖം വന്നാൽ മതി, ഒരു സാമ്പത്തിക പ്രയാസം ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു പരിക്കുണ്ടായാൽ മതി, അപ്പോഴേക്ക് എന്താ ഞാൻ തന്നെ ഉള്ളു ഇങ്ങനെ, ബാക്കി എല്ലാവർക്കും സുഖമാണ്, എനിക്കെന്നും ബുദ്ധിമുട്ടാണ്, ഞാനൊന്നും കട്ടപ്പാടിലാണ്, എനിക്കെന്നും അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞ് പടച്ചറപ്പിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യുന്ന, അല്ലാഹുവിനെ പറ്റി മോശം വിചാരിക്കുന്ന സൂഉൽ ലൻ എന്ന് പറഞ്ഞ സാഹചര്യമാണ് ആളുകൾക്കുള്ളത്. നേരെ മറിച്ച് നബിയുടെ രീതി എന്താ? എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ്. കാരണം റബ്ബിന്റെ തീരുമാനമാണ്. എന്ത് റബ്ബ് തീരുമാനിച്ചത് അത് റബ്ബിന്റെ ഉദ്ദേശമാണ്, അത് റബ്ബിന്റെ ഹിക്മത്താണ്. അവൻ ഖൈറ ഉദ്ദേശിച്ചത്, അല്ലാഹു തആല നമുക്ക് ശർ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹു ഖൈറ ഉദ്ദേശിക്കുന്നുള്ളൂ. അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അവൻ സൃഷ്ടിച്ച എല്ലാം ഏറ്റവും നല്ല രീതിയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. റഹ്മാന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റവ്യത്യാസം പോലും കാണാൻ കഴിയുകയില്ല. ചില മനുഷ്യന്മാർക്ക് ദുരന്തമാണ് നമ്മുടെ കാഴ്ചയിൽ. അതും അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്, അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. ചില ജീവികൾക്ക് വിഷമുണ്ട്, എന്താ അത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. എന്താ എല്ലാ ജീവിയും വിഷമില്ലാത്ത ജീവികൾക്ക് അല്ലാഹുവിന് പറ്റും. ചില പാമ്പിന് വിഷമുണ്ട്, ചില പാമ്പിന് വിഷമില്ല. ചില ജീവികൾക്ക് വിഷമുണ്ട്, ചില വിഷമില്ല. എന്തെങ്കിലും അത് അല്ലാഹുവിന്റെ ഉദ്ദേശമുണ്ട്. അത് സൃഷ്ടിച്ചതിൽ അത് ശർറല്ല, അത് ഖൈറാണ്. നമുക്കൊരു പക്ഷേ പാമ്പടിച്ചാൽ തൽക്കാലം ബുദ്ധിമുട്ടുണ്ടായേക്കാം. അത് അല്ലാഹു നമുക്ക് ശർറുണ്ടാക്കിയതല്ല. അല്ലാഹു തആല സംവിധാനിച്ച എല്ലാം അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖ, അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാം അഹ്സന, അവൻ നന്നാക്കിയിരിക്കുന്നു, അല്ലാത്തൊന്നുമില്ല. നമുക്ക് ആപേക്ഷികമായി ശർറായി മാറിയേക്കാം. നമ്മൾ പോത്രഫലമായി നമ്മുടെ ചില കാരണങ്ങളിലൊക്കെ ചിലപ്പോൾ തൽക്കാലം ഒരു ശർറായി മാറിയേക്കാമെന്നല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സംവിധാനിച്ചത് ഒരു ഖൈറായ കാര്യത്തിൽ മാത്രമാണ്. അത് മനസ്സിലാക്കിയാൽ പിന്നെ നിരാശയില്ല, പിന്നെ റബ്ബിനെ പറ്റി മോശമായ വിചാരമില്ല, അല്ലാഹുവിനെ പറ്റി അങ്ങനെ ചീത്തയായ സംസാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തിനും ഏതിനും അല്ലാഹുവിനെ കുറ്റം പറയുന്ന സാഹചര്യം ഉണ്ടാവും. സഹോദരങ്ങൾ, ഈമാൻ മാറണം എണ്ണിപ്പറഞ്ഞ് പോകാൻ മാത്രമുള്ളതല്ല, അത് വിശ്വാസമാണ്, അത് ബോധ്യമാണ്, ദൃഢമായ വിശ്വാസമാണ്. ഈമാനാകണമെങ്കിൽ 3 കാര്യം പൂർത്തിയാകണം. ഈമാൻ പറയണമെങ്കിൽ അല്ലാഹുവിനെ പറ്റി വിശ്വാസമുണ്ട്, അത് ഈമാനുമില്ല. അല്ലാഹുവിലുള്ള വിശ്വാസം ഈമാൻ എന്ന് പറയണമെങ്കിൽ 3 കാര്യം വേണം. 1, മനസ്സിൽ ബോധ്യമുണ്ടാകണം. 2, നാവ് കൊണ്ട് പറയാൻ പറ്റണം. 3, അത് പ്രകാരം അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യണം. അതാ ഈമാൻ. മനസ്സിൽ ബോധ്യമുണ്ടാവുക, തസ്ദീഖുൻ ബിൽ ഖൽബ്, ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തുക, വഇഖ്റാറുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് അംഗീകരിക്കുക, വഅമലുൻ ബിൽ ജവാരിഹി, അവയവങ്ങൾ കൊണ്ട് പ്രാവർത്തികമാക്കുക. ഇത് 3 ഉണ്ടാകുമ്പോഴാണ് ഈമാനാവാം. ഒരു ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്, നാവ് കൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ ചെയ്തികൾ അതനുസരിച്ചല്ല, ഈമാൻ പൂർണ്ണമല്ല. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞത് ഈമാൻ 70 പരം ശാഖകളാണ്. വഴിയിന് ബുദ്ധിമുട്ട് ഒഴിവാക്കിയാൽ പോലും ഈമാന്റെ ഭാഗമാണ്. ഏറ്റവും മുന്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും താഴെയുള്ളത് ഇബാദത്തുൽ അലാനി ത്വരീഖ്, വഴിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ പോലും ഈമാന്റെ ഭാഗമാണ്. തെറ്റ് ചെയ്യാനുള്ള മടി, ഹറാമ് ചെയ്യാനുള്ള മടി, കറാഹത്ത് ചെയ്യാനുള്ള മടി, തൊലിവാസം ചെയ്യാനുള്ള മടി, അത് ഈമാന്റെ ഭാഗമാണ്. വിശ്വാസം ശരിയാണോ ഒരു ഹറാമ് ചെയ്യാൻ ഒരു കുറ്റബോധം ഉണ്ടാകും, ഒരു വേണ്ടാവസ്ഥ ചെയ്യുമ്പോ വല്ലാത്ത പ്രയാസമുണ്ടാകും, ഒരു മനസ്സാക്ഷി കുറ്റുണ്ടാകും. അത് ഇല്ലേ, ഈമാനിൽ കുറവുണ്ട്. വഴിയിൽ ബുദ്ധിമുട്ട് കണ്ടു, അതങ്ങ് എടുത്തുതാൻ തോന്നുന്നില്ല, അത് ഈമാനിൽ കുറവുണ്ട്. പോണ വഴിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊരു മാലിന്യം, ഒരു ഉള്ള്, എന്തൊക്കെ ഒരു വഴി കണ്ടു, അതങ്ങ് നീക്കിയിടാൻ അവിടെ തോന്നുന്നില്ലെങ്കിൽ ഈമാനിൽ കുറവുണ്ട്. കാരണം അമലുൻ ബിൽ ജവാരിഹ്,
അവയവം കൊണ്ടുള്ള അമലാണ് ഇതൊക്കെ. ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവേണ്ട അമലാണ് ഇതൊക്കെ. ഈമാൻ ശരിയാണോ, വിശ്വാസം ശരിയാണോ എങ്കിൽ വഴിയിൽ കാണുന്ന മാലിന്യങ്ങൾ എടുത്തിടാൻ അവന്റെ അവയവങ്ങൾ മുന്നോട്ട് വരും. ഒരു ഹറാമ മുന്നിൽ വരുമ്പോൾ കണ്ണടയും. ഒരു ഹറാമ കേൾക്കാൻ വരുമ്പോൾ അത് കേൾക്കാതെ വഴി മാറിപ്പോകും. ഒരു കളവ് പറയാൻ സാഹചര്യം വരുമ്പോ ആ കളവ് പറയാതെ അവരെ പിന്മാറിപ്പോകും. അത് ഈമാനിന്റെ ബാഹ്യമായ പ്രകടനമാണ്. അവയവങ്ങൾ കൊണ്ട് അമലാക്കി മാറ്റുക. ഇത് മൂന്നും ഉണ്ടാകുമ്പോഴാണ് ഈമാൻ പൂർത്തിയാകുന്നത്. അല്ലാതെ എനിക്ക് ഈമാൻ കാര്യമില്ല, എനിക്ക് അല്ലാഹുവിന്റെ വിശ്വാസം ഉണ്ടപ്പോ ഈമാൻ ശരിയായി എന്നല്ല. അത് അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. അഹ്ലുസുന്നയുടെ നിലവാരപ്രകാരം ഈ മൂന്ന് മേഖല പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പരിപൂർണമാകുന്നത്. സഹോദരങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ പ്രധാനം. അതിനുള്ള വലിയ പ്രമാണങ്ങളാണ്. അതാണ് വെളിച്ചത്തിന്റെ സ്രോതസ്. ബാക്കിയൊന്നും വെളിച്ചമല്ല, ബാക്കിയെല്ലാം ഇരുട്ട് മാത്രമാണ് പ്രദാനം ചെയ്യുക. ഈ പ്രമാണങ്ങളല്ലാത്ത മറ്റ് ഏതിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചാലും, മറ്റ് ഏതിൽ നിന്ന് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ തർത്തീബുണ്ടാക്കിയാലും അത് വെളിച്ചമല്ല, അതെല്ലാം ഇരുട്ട് മാത്രമാണ്. വെളിച്ചത്തിന്റെ സ്രോതസ് പടച്ച റബ്ബാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ വെളിച്ചമാണ് അല്ലാഹ്. സൂറത്തുൻ നൂർ എന്നൊരു സൂറത്തിന്റെ വിശുദ്ധ ഖുർആനിൽ കാണാം. വെളിച്ചം എന്ന അധ്യായം, പ്രകാശം എന്ന അധ്യായം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു തആല ആകാശഭൂമികളുടെ വെളിച്ചമാണ് എന്നുള്ള ഉദാഹരണം പോലും പറഞ്ഞു. മസലൂരിഹി കമിഷ്കാത്ത്. അല്ലാഹുവിന്റെ വെളിച്ചത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലെയാണ്. ഫീഹാ മിസ്ബാഹ്. ആ വിളക്കുമാടത്തിന് വിളക്കുണ്ട്. ആ വിളക്കാവട്ടെ ഒരു ഗ്ലാസിനുള്ളിലാണ്, ചില്ലിനുള്ളിലാണ്. അതിന്റെ എണ്ണയാവട്ടെ സ്വയം തെളിയുന്ന, പ്രകാശിക്കുന്ന, വെളിച്ചമുള്ള, വെട്ടിത്തിളങ്ങുന്ന എണ്ണയാണ്. ആ വിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ പോലും അത് എണ്ണ പോലും നല്ല വെളിച്ചമുള്ള എണ്ണയാണ്. അങ്ങനെയുള്ള തിളങ്ങുന്ന എണ്ണ ചില്ലുകൂട്ടിനുള്ളിൽ വെച്ച വിളക്ക്, ആ വിളക്ക് കത്തുന്നു. ഇങ്ങനെ നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് മേൽ വെളിച്ചം. ഇതാണ് ആ വെളിച്ചത്തിന് ഉദാഹരണം. അത് എവിടെ ഉണ്ടാവുക? ആ വെളിച്ചത്തിന്റെ കേന്ദ്രമാണ് പള്ളികൾ. ആ വെളിച്ചത്തിന്റെ കേന്ദ്രം പള്ളികളാണ്. ആ പള്ളി അല്ലാഹ് കൽപ്പിച്ചതാണ് ഉണ്ടാക്കാൻ. അതിൽ അല്ലാഹു നിർമ്മിക്കാൻ പടച്ചറപ്പ് ആഹ്വാനം ചെയ്ത ഭവനങ്ങളാണ് പള്ളികൾ. അവിടേക്ക് അല്ലാഹ് വെളിച്ചത്തിന്റെ സ്രോതസ്സാണ് വിശുദ്ധ ഖുർആൻ, പ്രവാചക വചനങ്ങൾ. അതാണ് വെളിച്ചത്തിന്റെ സ്രോതസ്. അല്ലാഹുവിന്റെ കിതാബ്, റസൂലുള്ളാഹിയുടെ സുന്നത്താകുന്ന വഹ്യ്. ഈ വഹ്യാണ് വെളിച്ചമായി അല്ലാഹു നമുക്ക് നൽകുന്നത്. ആ വെളിച്ചത്തിലാണ് എല്ലാം ഉള്ളത്. അറിവിന്റെ സ്രോതസ് വഹ്യാണ്. ഹിദായത്തിന്റെ സ്രോതസ് വഹ്യാണ്. സന്മാർഗത്തിന്റെ സ്രോതസ് വഹ്യാണ്, ദിവ്യബോധനമാണ്. പടച്ചറപ്പ് കൽപ്പിച്ച കൽപ്പനകൾ, റബ്ബിന്റെ അധ്യാപനങ്ങൾ, റബ്ബ് പഠിപ്പിച്ച ഭാഗങ്ങൾ, അതിലാണ് സന്മാർഗമുള്ളത്. കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ആ കിതാബിൽ സംശയമില്ല. ലാ റൈബ ഫീഹി, സംശയമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്, സന്മാർഗമാണ്. കിതാബ് വെളിച്ചമാണ്, നബിതങ്ങൾ സന്മാർഗമാണ്. ഇന്നക തഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ താങ്കൾ വഴി കാണിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്, നേരായ വഴിയിലേക്കാണ്. നബിതങ്ങൾ വഴി കാണിച്ചത് നേരായ വഴിയിലേക്ക്, ഖുർആൻ വഴി കാണിച്ചത് നേരായ വഴിയിലേക്ക്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ വഴി കാണിക്കുന്നത് ഏറ്റവും ശരിയായ, ഏറ്റവും ചൊവ്വായ വഴിയിലേക്കാണ്. കാരണം നബിതങ്ങൾ വഴി കാണിക്കുന്നത് ഇലാ സിറാത്തുൽ മുസ്തഖീം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം. ഈ ഖുർആൻ വഴി കാണിക്കുന്നത് ഏറ്റവും ചൊവ്വായ വഴിയിലേക്കാണ്. ഇതാണ് വെളിച്ചത്തിന്റെ അടിസ്ഥാനം. അല്ലാഹുവിന്റെ കിതാബ്, റസൂലിന്റെ സുന്നത്ത്, അതിലുണ്ടോ അത് വെളിച്ചമാണ്. ഹക്കിന് വെളിച്ചമുണ്ട്. എന്നാണ് ഹക്കിന് വെളിച്ചമുണ്ട് എന്നാണ്. സത്യത്തിന് വല്ലാത്ത വെളിച്ചമുണ്ട്, തെളിമയുണ്ട്.
അത് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും പറഞ്ഞതും ആരെങ്കിലും എഴുതിയതും ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ പഠിച്ചുവിട്ടതുമായ കള്ളക്കഥകൾ, പാട്ടും ബെത്തുകൾ, മാലമൂടിയതുകൾ, കഥകളെ കഥകൾ അതിനെ പിന്നാലെ പോയാൽ അത് വെളിച്ചമല്ല, അത് ഇരുട്ടാണ്, അത് അന്ധകാരമാണ്. അല്ലാഹു തആല പ്രവാചകന്മാരെ പറഞ്ഞത് യുഖ്രിജുൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് അല്ലാഹു തആല അമ്പിയാക്കളെ പറഞ്ഞത്. അതിനാ കിതാബ് ഇറക്കിയത്, അതിനാ ഖുർആൻ വന്നത്, അതിനാ ഹദീസ് ഉണ്ടായത്, അതിനാ അല്ലാഹു തആല വഹീ നൽകിയത്. ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ജനങ്ങളെ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇതെല്ലാം. ആളുകളാവട്ടെ ആ ഖുർആൻ കൈയൊഴിഞ്ഞു, ഹദീസിനെ കൈയൊഴിഞ്ഞു. ഖുർആൻ തെറ്റുകൂടെ ഓതാൻ പോലും അറിയുന്ന മനുഷ്യന്മാരെ എണ്ണം കുറയുകയാണ്. മുസ്തഫയുടെ മറച്ചുകൊടുത്താൽ 7 പേജ് കിട്ടിയാലും തെറ്റില്ലാതെ ഓതുമെന്ന് പറയാൻ പോലും ധൈര്യമുള്ള മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരായത്തിനെ പോലും അർത്ഥമറിയില്ല മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്ക്. ഒരായത്ത് പോലും കേട്ടാൽ ഈ ആയത്ത് അല്ലാഹ് എന്താ പറഞ്ഞത്, എന്നോട് എന്താ കൽപ്പിച്ചത് എന്ന് എത്ര ആയത്ത് കേട്ടാൽ സഹോദരന്മാരെ നമുക്ക് പറയാൻ കഴിയും? ഹദീസിനെ പറ്റി എന്താ നമുക്കറിയാം? ഇത്രയും വലിയ വെളിച്ചത്തെ നാം കെട്ടിപ്പൂട്ടി വെച്ചു. അത് തുറന്നാൽ നമുക്കുള്ള വെളിച്ചമാണ്. അല്ലാഹുവിന്റെ കിതാബെല്ലാം വെളിച്ചമാണ്. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലന്റെ മേലെ കയറി പോയതെന്തിനാ? തീ കണ്ടപ്പോ പോയത്. തീ കണ്ടപ്പോ അതിന് ചൂട്ട് കത്തിച്ചു വരാം, ഒരു വെളിച്ചം കിട്ടി വരാം. അല്ലെങ്കിൽ ആ തീയിന്റെ അവിടുന്ന് വല്ല വഴികാട്ടിയേയും കിട്ടിയേക്കാം എന്ന് പറഞ്ഞ് ഭാര്യയെ, കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് മല കയറി പോയതാണ്. കൊടുത്തതോ സാധാരണ തീയല്ല, ഇസ്രായേൽ മക്കൾക്ക് മൊത്തമുള്ള വെളിച്ചമാണ്, തൗറാത്താണ്, നുബുവത്താണ്. നബിയായി തെരഞ്ഞെടുക്കുകയാണ്. നബിയായി തെരഞ്ഞെടുത്തിട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും വഴികാട്ടിയാവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നതുപോലെ വിശുദ്ധ ഖുർആൻ വെളിച്ചമാണ്, വഴികാട്ടിയാണ്. പക്ഷേ ആ ഒരു മഹാ വെളിച്ചത്തിന്റെ പ്രഭവ കേന്ദ്രം നമ്മുടെ കൈവശമുണ്ടായിട്ട് അത് പൂട്ടിവെച്ച് അത് തുറക്കാതെ, അതിലേക്ക് മനസ്സ് കൊടുക്കാതെ, അതിന്റെ ആശയങ്ങളെ മനസ്സിലേക്ക് സ്വീകരിക്കാതെ അതങ്ങ് പൂട്ടിവെച്ചിട്ട് നമ്മൾ പോകുക. അവിടെ ബീവിണ്ട്, ഇവിടെ തങ്ങളുണ്ട്, അവിടെ അവരെപ്പാപ്പുണ്ട്, അവിടെ ജാറുണ്ട്, ഇവിടെ കോയപ്പാപ്പുണ്ട്, അങ്ങേപ്പത്തെ മറ്റേ പാപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുക. നമ്മൾ വെളിച്ചം തന്നിട്ട് അതൊന്നും വെളിച്ചത്തിന്റെ സ്രോതസ്സല്ല, അതെല്ലാം വീട്ടിന്മേൽ ഇരുട്ടുകളാണ്. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങണം, ഖുർആൻ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം. ഹദീസിനെ പറ്റി എന്താ സഹോദരന്മാരെ മുസ്ലിം ഉമ്മത്ത് അറിയാം? ഒരു ഹദീസ് പോലും അറിയാത്ത മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാത്തവർ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ പോലും അർത്ഥമറിയാത്തവർ, 30, 40, 50, 60, 70, 80 കൊല്ലം ജീവിച്ചിട്ട് പോലും ഒരായത്തിനെ പോലും അർത്ഥം പഠിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്തവർ. എത്ര വലിയ നഷ്ടമാണ്! അതുകൊണ്ട് പ്രമാണങ്ങളെ കൂടെ സഞ്ചരിക്കണം, ഖുർആൻ ഓതാൻ പഠിക്കണം, ആശയം പഠിക്കണം, ഹദീസുകൾ പഠിക്കണം. എമ്പാടും സംവിധാനം ഇന്നുണ്ട്. പഠിച്ച നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ നൽകി. നമുക്ക് ഭാഷ പ്രശ്നമില്ല, എഴുത്ത് പോലും അറിയേണ്ട ആവശ്യമാണ്. മൊബൈൽ എടുത്തിട്ട് തൊള്ളോട് പറഞ്ഞാൽ മതി, അത് ഏത് ഭാഷയ്ക്കും അത് മാറ്റിത്തരും. ഏത് ആയത്ത് നമ്മൾ ചോദിച്ചാൽ മതി, അതിന് സുഹൃത്ത് നമ്പർ, ആയത്ത് നമ്പർ എല്ലാവരും തരും. അതിനർത്ഥം വേണോ, ഏത് ഭാഷയാണ് വേണ്ടത്, ഈ മൊബൈലിൽ കിട്ടും. അത്രയേറെ പഠിച്ചപ്പോൾ നമുക്ക് സൗകര്യങ്ങൾ തന്നിട്ട് പോലും വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്ത് പോലും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ നഷ്ടക്കാർ മറ്റാരാണ്? നേരം വെളുത്ത് വൈകുന്നേരം വരെ, രാത്രി വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ, നെറ്റ് പോലും ഓഫാക്കിയത് പോലും വളരെ കുറച്ചേ ഉള്ളൂ. എല്ലാ വാർത്തയും അറിയുന്നുണ്ട്, എല്ലാ ചാനലും നോക്കുന്നുണ്ട്, യൂട്യൂബും ഫേസ്ബുക്കും അടക്കം എല്ലാത്തിനും പിന്നാലെ നമ്മളുണ്ട്. ലോകത്ത് ആരെന്തൊക്കെ എവിടെയൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മളെ ഫോണൊക്കെ വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, നാട്ടിന്റെ വിഷയത്തിൽ, വ്യത്യസ്തമായ മേഖലയിൽ, നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത മേഖലകളിൽ പോലും നമ്മളെല്ലാം വായിച്ചും കേട്ടും പോകുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം 2 ആയത്ത് പഠിക്കട്ടെ, 4 ആയത്ത് പഠിക്കട്ടെ തീരുമാനിക്കാൻ നമുക്കിപ്പോഴും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ വെളിച്ചം കിട്ടും? അതുകൊണ്ട് പ്രമാണങ്ങളുടെ കൂടെ നമുക്ക് സഞ്ചരിക്കാം. അതാണ് വെളിച്ചത്തുള്ള വഴി. ആ വെളിച്ചം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടുപോയി. വെളിച്ചം വന്നാൽ ഇരുട്ടുപോയി. അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസം ഉള്ളിൽ കയറിയാൽ, ഖുർആനിലേക്കുള്ള ജീവിതം വന്നാൽ പിന്നെ ഇരുട്ടുകളില്ല. കണ്ടോ, ഈ ലൈറ്റ് എത്തിയപ്പോ കണ്ടോ, ഇവിടെ ഇരുട്ട് ചെല്ലും. അപ്പുറപ്പുറക്കെ ഇരുട്ടാണ്. ലൈറ്റ് ഓണായാൽ ഇരുട്ടുപോയി. ഖുർആനാകുന്ന വെളിച്ചം വന്നാൽ, ഹിദായത്താകുന്ന വെളിച്ചം വന്നാൽ, അന്ധവിശ്വാസമാകുന്ന ഇരുട്ട് ഇല്ലാതായി പോകും. രണ്ടും ഒപ്പുണ്ടാവില്ല. ഇരുട്ടും വെളിച്ചം ഒപ്പുണ്ടാവില്ല. വെളിച്ചുണ്ടോ അവിടെ ഇരുട്ടില്ല, ഇരുട്ടുണ്ടോ അവിടെ വെളിച്ചമില്ല.
രണ്ടും ഒന്നിച്ചുണ്ടാവില്ല. അതുകൊണ്ട് പ്രമാണങ്ങളുടെ കൂടെ പോയി ആ വെളിച്ചം സ്വീകരിച്ചാൽ ബാക്കി എല്ലാ അന്ധകാരങ്ങളും എല്ലാ ഇരുട്ടുകളും ഇല്ലാതായി ദുനിയാവിലും സമാധാനം, നാളെ പരലോക സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശിക്കാൻ തൗഫീഖ് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗ്ഗം കിട്ടണം സഹോദരന്മാരെ, അതിക്കൊന്നൊന്നുമില്ല. ഇതിങ്ങനെ കഴിഞ്ഞു പോകും. ഒരുപക്ഷെ ഇന്ന് മരിക്കും, നാളെ മരിക്കും, ഈ ആഴ്ച മരിക്കാം, ഈ മാസം മരിക്കാം, ഏത് സമയത്തും മരിച്ച് ദുനിയാവിന് യാത്ര പോകേണ്ടി വന്നേക്കാം. ദുനിയാവിന്റെ ബഹളങ്ങളും ഒച്ചപ്പാടും അതൊക്കെ ഇവിടെ മുന്നോട്ട് പോകും. നാട്ടിലെ ബഹളങ്ങൾക്ക് വേണ്ടി എത്ര സമയം നമ്മൾ ചെലവഴിച്ചു. ഒന്നും വേണ്ട, SIR കേട്ടപ്പോഴേക്ക് എന്തെല്ലാം എത്ര നമ്മൾ ഓടി, എവിടെല്ലാം പോയി, എന്തെല്ലാം പേപ്പർ ശരിയാക്കി, അതൊക്കെ ശരിയാക്കും വേണം. പക്ഷെ അതേക്കാളും വലിയ ദുരന്തം നരകമുണ്ട് കേൾക്കുമ്പോ അതിനുവേണ്ടി ശരിയാക്കേണ്ട ഒരുപാട് രേഖകളുണ്ട്. ഈമാൻ ശരിയാകണം, ഇസ്ലാം കാര്യം ശരിയാകണം, ഇബാദത്തുകൾ ശരിയാകണം, ഫർളുകൾ ശരിയാകണം, ഹറാമുകൾ ഇല്ലാതാകണം. എങ്ങനെ സ്വർഗം കിട്ടൂ എന്ന് ആർക്കറിയാത്തത്? പക്ഷെ ഒരു ബേജാറ് വരില്ല. അതിനുവേണ്ടി ഒന്നും ശരിയാക്കാൻ പോകുന്നില്ല, ഒരു ആയത്ത് പോലും പഠിക്കാൻ പോകുന്നില്ല. ആ രംഗത്തിൽ മാറ്റത്തിന് സഹോദരങ്ങളെ നമ്മൾ തയ്യാറാവും. എപ്പോ മരിച്ചാലും സ്വർഗത്തിലേക്ക് എത്തണം. يا أيها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي എന്ന സന്തോഷ വാർത്ത കേട്ട് വരൂ, സമാധാനമടഞ്ഞ ആത്മാവേ വരൂ. റാദിയത്തൻ മർദിയ, അല്ലാഹുവിന് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അതാ യോഗ്യത. റാദിയത്തൻ മർദിയ. സ്വഹാബിയക്ക് എന്താ കിട്ടിയത്? ഇതാണ് റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അതാ സ്വഹാബത്ത് കിട്ടിയ സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. സ്വർഗ്ഗം കിട്ടാൻ വേണ്ട യോഗ്യത എന്താ? ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ. റബ്ബിലേക്ക് മടങ്ങൂ. റാദിയത്തൻ മർദിയ, അല്ലാഹുവിനെ ഇഷ്ടമാണ് നിനക്ക്, അല്ലാഹു നിന്നെയും ഇഷ്ടമാണ്, ആ നിലയ്ക്ക് മടങ്ങൂ. അങ്ങനെ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഇത് നേടാൻ പറ്റണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, അല്ലാഹുവിനെ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കുക, നബിയെ സ്നേഹിക്കുക, നബിയുടെ കൽപ്പനകളെ പാലിക്കുക, അല്ലാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് അല്ലാഹു നമ്മളെ ഇഷ്ടമായി മാറുന്ന സാഹചര്യം. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അലാ റാദിയത്തൻ മർദിയ. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സ്വർഗ്ഗം നൽകും. അതില്ലാത്ത കാലത്തോളം പ്രതീക്ഷിക്കാൻ വകയില്ല സഹോദരൻ. അതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് എത്താൻ, അതിലേക്ക് മാറാൻ നാം പരിശ്രമിക്കുക. മുൻഗാമികൾ ആ വഴിയാണ് പഠിപ്പിച്ചത്. സ്വഹാബിമാർ, താബിഈകൾ, തബഉ താബിഈകൾ, അഹ്ലുസുന്നയുടെ നേതാക്കന്മാർ, ഇമാമുമാർ എല്ലാം ആ വഴി പഠിപ്പിച്ചവരാണ്. അവരുടെ ജീവിത രീതിയെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ചരിത്രം പഠിക്കാൻ തയ്യാറാവുക. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, നമ്മുടെ ദാറുസ്സലാം മസ്ജിദിൽ, കരികഞ്ചേരിയിലെ ദാറുസ്സലാം മസ്ജിദിൽ എല്ലാ മാസവും 2-ാമത്തെ വെള്ളിയാഴ്ച അഹ്ലുസുന്നയുടെ ഓരോ ഇമാമിയങ്ങളെ പറ്റി പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. നാളെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്. കഴിഞ്ഞ മാസം ഇമാം അബൂ ഹനീഫയെ കുറിച്ച് പഠിച്ചു. നാളെ ഇൻഷാ അല്ലാഹ് ഇമാം മാലിക്കിനെ കുറിച്ച് പഠിക്കാനുള്ള ക്ലാസ്സാണ് നാളെ മഗ്‌രിബിന് ശേഷം. പരമാവധി കുടുംബസമയം തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കണം. എല്ലാ ബുധനാഴ്ചയും അവിടെ വിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം പഠിക്കാൻ സൗകര്യമുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ന പേരിൽ ഖുർആനിന്റെ 2 ആയത്ത്, 3 ആയത്ത്, 4 ആയത്ത് ഒരാഴ്ച പഠിക്കാനുള്ള സൗകര്യമുണ്ട് ദാറുസ്സലാം പള്ളിയിൽ. എല്ലാ പള്ളികളും ദാറുൽ എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്. അതേപോലെ ചെറുപുഴയിൽ എല്ലാ ബുധനാഴ്ചയും ക്ലാസ് ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നമുക്ക് ഏതെങ്കിലും ദിവസം ക്ലാസ് ഉണ്ടാവും. ഏതെങ്കിലും ക്ലാസ്സിൽ പങ്കെടുത്ത് ഖുർആൻ അർത്ഥം പഠിക്കുക, ഹദീസുകൾ പഠിക്കുക, ദീന് പഠിക്കുക. എത്ര കാലം ജീവിക്കും നമുക്കറിയില്ല. കിട്ടിയ ആയുസ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ദീൻ രംഗത്തെ ഏറ്റവും അഭിമാന സ്ഥാപനമായ ജാമിഅ അൽ ഹിന്ദ് ഇസ്ലാമിയ മിനിയൂട്ടിൽ തലയുയർത്തി നിൽക്കുന്ന സ്ഥാപനം, പാണക്കാട് പെൺകുട്ടികളുടെ സ്ഥാപനം, ഈ സ്ഥാപനങ്ങളുടെ 3-ാമത് സന്നദ്ധ സമ്മേളനം കോൺവെക്കേഷൻ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഫെബ്രുവരി 6, 7, 8 വെള്ളി, ശനി, ഞായർ മിനിയൂട്ടി വെച്ചാണ് സമ്മേളനം നടക്കുക. ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ രാത്രി വരെയുള്ള സമാപന സമ്മേളനം നമ്മുടെ വേങ്ങരയിൽ സഭാ സ്ക്വയറിൽ വെച്ചുമാണ് നടക്കുന്നത്.
ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. അതിന്റെ ഭാഗമായി നമുക്ക് വ്യത്യസ്തമായ ദഅവ പ്രവർത്തനങ്ങൾ, വ്യത്യസ്തമായ പ്രചാര പ്രവർത്തനങ്ങൾ, അതിലെല്ലാം നമ്മളും ഭാഗമാക്കാവാൻ പരിശ്രമിക്കാം. അങ്ങനെ ഇനി ബാക്കിയുള്ള ആയുസ്സെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് നന്മകൾ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മകളില്ലാതെ ദോഷമില്ലാത്ത പാപമില്ലാത്ത ജീവിത രീതിയെ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.